ഒട്ടും ആഹ്ലാദകരമല്ലാത്ത ഒരു വിഷയമാണ് സംസാരിക്കാനുള്ളത്. അത് അത് മാത്യു കുര്യൻ സാർ പറഞ്ഞതുപോലെ എനിക്ക് പരിചയമുള്ള ഒരു പ്രദേശത്താണ് യുദ്ധം നടക്കുന്നത്. ഞാൻ പഠിപ്പിച്ച വിദ്യാർത്ഥികളും എൻ്റെ സുഹൃത്തുക്കളായിട്ടുള്ള അധ്യാപകരും ഫിൽം മേക്കേഴ്സും ഒക്കെ ഇന്ന് ദൈനംദിനം ഈ യുദ്ധം അനുഭവിക്കുകയാണ്. അതുകൊണ്ട് അതിൽ കുറച്ചൊക്കെ വ്യക്തിപരമായിട്ടുള്ള ഒരു കാര്യം കൂടി അന്തർലീനമാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്ന ഒരു കാര്യം. ഞാൻ 1980 ഒരുപാട് കാലം മുമ്പ് ഈ പശ്ചിമേഷ്യയെക്കുറിച്ച് പഠിക്കാൻ തുടങ്ങുന്നത്. എൻ്റെ MA തന്നെ മിഡിൽ ഈസ്റ്റേൺ സ്റ്റഡീസിലാണ്. 1980 എന്ന് പറയുമ്പോൾ 1979 ഇറാനിയൻ വിപ്ലവം നടന്നു കഴിഞ്ഞ ഉടനെയാണത്. അതൊരു വല്ലാത്ത വിപ്ലവമായിരുന്നു. അന്ന് വരെ പരിചയമില്ലാത്ത ഒരു വിപ്ലവം. അതിന് 2 കൊല്ലം മുമ്പാണ് 1978 എഡ്വേർഡ് സയ്യിദ് എന്ന് പറയുന്ന വളരെ പ്രശസ്തനായിട്ടുള്ള പാലസ്തീനിയൻ ചിന്തകൻ ഓറിയൻ്റലിസം എന്നുള്ള പുസ്തകം എഴുതുന്നത്. പാശ്ചാത്യ ലോകം എങ്ങനെ പാശ്ചാത്യേതര ലോകത്തെ, കിഴക്കൻ നാടുകളെ പ്രത്യേകിച്ച് എങ്ങനെ നോക്കിക്കാണുന്നു എന്നത്, ആ നോക്കിക്കാണലിലെ പ്രശ്നങ്ങളെ അപഗ്രഥിച്ചുകൊണ്ടുള്ള പുസ്തകമാണ്. ഈ 2 സംഗതികളും, സയ്യിദിൻ്റെ ഓറിയൻ്റലിസം എന്നുള്ള പുസ്തകവും ഇറാനിയൻ വിപ്ലവം എന്നുള്ള സംഭവവും എന്നെ ഒരു വിദ്യാർത്ഥി കാലത്തെ തന്നെ സ്വാധീനിച്ചിട്ടുള്ള, അതിൻ്റെ ആ കാലത്ത് ജീവിച്ചിരുന്ന ഒരാളെന്നുള്ള നിലക്ക്, പഠിക്കാൻ തുടങ്ങിയ ഒരാളെന്നുള്ള നിലക്ക് ഇത് പ്രധാനപ്പെട്ടതാണ്. ആ 2 കാര്യങ്ങളും ഇന്നത്തെ യുദ്ധത്തെക്കുറിച്ചുള്ള ചർച്ചയിൽ ഏറ്റവും പ്രധാനവുമാണ്. ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കി കാണും. ആദ്യമേ ഇറാനെതിരെ ഉള്ള യുദ്ധം തുടങ്ങി അമേരിക്കയും ഇസ്രായേലും. അങ്ങനെ ഒരു യുദ്ധത്തിൽ ഇറാനിയൻ ഭരണ നേതൃത്വത്തെ മാറ്റി പെട്ടെന്ന് തന്നെ ഒരാഴ്ച കൊണ്ടൊക്കെ യുദ്ധം അവസാനിപ്പിച്ച് തിരിച്ചു വരാമെന്നുള്ള ഒരു ധാരണ ഇസ്രായേലിനും ഉണ്ടായിരുന്നു, അമേരിക്കയ്ക്കും ഉണ്ടായിരുന്നു. ഇത്തരമൊരു ധാരണ എവിടെ നിന്നാണ് വരുന്നത്? അതിന് എന്ത് അടിസ്ഥാനമാണ് ഉള്ളത്? ഒന്നുകിൽ ഈ പോളിസി മേക്കേഴ്സൊക്കെ, അമേരിക്കൻ ഭരണകൂടം, അവരുടെ വിദേശ നയം കൈകാര്യം ചെയ്യുന്നവർ പ്രത്യേകിച്ചുമൊക്കെ, ഒന്നുകിൽ അവർ തീരെ വിദ്യാഭ്യാസമില്ലാത്തവരായിരിക്കണം, ഈ കാര്യങ്ങളെക്കുറിച്ചൊന്നും ധാരണയില്ലാത്തവരായിരിക്കണം. കുറേയൊക്കെ അങ്ങനെയാണ്, അല്ല എന്നുള്ളതല്ല, പക്ഷെ പൂർണ്ണമായും അങ്ങനെയല്ല എന്ന് നമുക്കറിയാം. കുറച്ചൊക്കെ ധാരണയുണ്ട്. ഞാൻ എൻ്റെ PhD ചെയ്തത് അമേരിക്കൻ പെർസെപ്ഷൻസ് ഓഫ് ഇറാൻ എന്ന് പറഞ്ഞിട്ടാണ് വളരെ കാലത്ത്. അപ്പോൾ ഈ അമേരിക്ക എങ്ങനെയൊക്കെയാണ് ഇറാനെ പോലുള്ള രാജ്യങ്ങൾ നോക്കിക്കണ്ടതെന്നുള്ളതിനെ കുറിച്ച് കാര്യമായി പഠിച്ചിട്ടുള്ളത്. ഒരു കാലത്ത് ഈ ഗൾഫ് മേഖലയിലെ പ്രശ്നങ്ങൾ പഠിക്കാനും മനസ്സിലാക്കാനും ഒരു സ്പെഷ്യൽ റെപ്രസെൻറ്റേറ്റീവിനെ അമേരിക്ക നിയോഗിക്കേണ്ടായി. ഇദ്ദേഹത്തിന് ഇറാനും ഇറാഖും എപ്പോഴും കൺഫ്യൂഷൻ വരും. ഇത് ഇവിടുത്തെ നയങ്ങൾ രൂപീകരിക്കാൻ വേണ്ടി സ്പെഷ്യൽ റെപ്രസെൻറ്റേറ്റീവിനെ അയച്ച ആളാണ് ഈ പറയുന്നത്. അയാൾക്ക് ഇറാനും ഇറാഖും തമ്മിൽ കൺഫ്യൂഷൻ. എനിക്കിതൊക്കെ വായിക്കുമ്പോൾ, ഗവേഷണാർത്ഥം നമ്മൾ പഴയ രേഖകളൊക്കെ പരിശോധിക്കുമ്പോൾ അത്ഭുതമാണ്. അപ്പോൾ വിവരക്കേടിൻ്റെ കാര്യം ഞാൻ തമാശയായി പറയുന്നതല്ല, അത് ശരിക്കുമുണ്ട്, അതില്ല എന്നുള്ളതല്ല. പക്ഷെ അതുകൊണ്ട് മാത്രം യുദ്ധം ചെയ്യണമെന്നില്ല. അപ്പോൾ എന്തുകൊണ്ട് വേഗം തന്നെ യുദ്ധം നടത്തി
ഇതുമാതിരിയുള്ള ഒരു ഇസ്ലാമിക് റിപ്പബ്ലിക് ഏതോ മധ്യകാല ഭരണകൂടം അവിടെ കിടക്കുന്നതിൻ്റെ നേതൃത്വത്തെ മാറ്റിക്കഴിഞ്ഞാൽ, സുപ്രീം ലീഡറെ മാറ്റിക്കഴിഞ്ഞാൽ യുദ്ധം വിജയിക്കും എന്നൊക്കെയുള്ള ധാരണ വരുന്നത് ഈ അറിവില്ലായ്മയിൽ നിന്ന് മാത്രമല്ല, അവരുടെ ഈ മേഖലയിലോടുള്ള നോട്ടത്തിൽ തന്നെയുള്ള കാര്യമായിട്ടുള്ള അടിസ്ഥാനപരമായിട്ടുള്ള പ്രശ്നങ്ങളാണ്. അത് ഇറാനെക്കുറിച്ച് മാത്രമല്ല, അല്ലെങ്കിൽ ഇറാഖിനെക്കുറിച്ച് മാത്രമല്ല, മറ്റു യമനെക്കുറിച്ച് മാത്രമല്ല, നമ്മളെക്കുറിച്ചും അങ്ങനെയൊക്കെയുള്ള ധാരണകൾ തന്നെയാണ്. ഈ പാശ്ചാത്യേതര നാടുകളെക്കുറിച്ചുള്ള ബോധ്യത്തിൽ അന്തർലീനമായിട്ടുള്ള വെറും ബയാസസ് എന്ന് അത് നമ്മൾ വിളിച്ചാൽ മതിയാവില്ല. നമുക്കെതിരെയുള്ള ബയാസാണ് എതിരുള്ളത്. പക്ഷേ അത് മാത്രമല്ല, അതൊരു തരം സ്ട്രക്ചറാണ്. നമ്മളെ നോക്കിക്കാണുന്ന ഒരു എന്താ മാധ്യമ ഭാഷയിൽ പറഞ്ഞ ഫ്രെയിമിങ് ആണ്. പ്രത്യേക വിധത്തിൽ ഫ്രെയിം ചെയ്യുക, നമ്മൾ അതിലാണ് ഫിറ്റ് ചെയ്യുന്നത്. അതും നമ്മുടെ യാഥാർത്ഥ്യവുമായിട്ട് ഒരു ബന്ധവും കാണില്ല. അവർ നമ്മെക്കുറിച്ച് ധരിച്ചു വശാക്കിയിട്ടുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ പഠിക്കുന്ന കാര്യം, ഗവേഷണം ചെയ്ത് പഠിക്കുന്ന കാര്യങ്ങൾ തന്നെ നമ്മുടെ യാഥാർത്ഥ്യവുമായിട്ട് ഒരു ബന്ധവുമില്ലാത്ത നമ്മെക്കുറിച്ചുണ്ടാക്കുന്ന പുതിയ വ്യാഖ്യാനങ്ങളാണ്. ആ വ്യാഖ്യാനങ്ങൾക്കനുസരിച്ച് നയങ്ങൾ രൂപീകരിക്കുക, അതും യാഥാർത്ഥ്യവും തമ്മിൽ വലിയ അന്തരം ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് വളരെ പ്രധാനപ്പെട്ട ഒന്ന്. ഇതിൻ്റെ ചില പ്രമുഖമായിട്ടുള്ള വശങ്ങളാണ് എഡ്വേർഡ് സയ്യിദ് പഠിക്കാൻ ശ്രമിച്ചത്. കിഴക്കൻ നാടുകളെക്കുറിച്ചുള്ള അമേരിക്കയുടെയും പാശ്ചാത്യ ലോകത്തിൻ്റെ പൊതുവിലുള്ള ചിത്രീകരണത്തിലുള്ള അടിസ്ഥാനപരമായിട്ടുള്ള പ്രശ്നങ്ങൾ എന്താണ് എന്നുള്ള അന്വേഷണമാണ് അവിടെ നടക്കുന്നത്. ആ ഒരു നോട്ടം, അതുണ്ടാക്കുന്ന നോട്ടപ്പിശകുകൾ സ്വാഭാവികമായിട്ടും ഇതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇറാനെക്കുറിച്ച് പഠിക്കുന്ന മറ്റ് അത്തരം വീക്ഷണങ്ങളുടെ തടവറയിലൊന്നും അല്ലാത്ത സ്വതന്ത്രമായി ആലോചിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെയുള്ള അബദ്ധധാരണകളൊന്നുമില്ല. നമുക്കൊന്നും അങ്ങനെ ഒരു ധാരണയും ഇറാനെക്കുറിച്ച്, അവിടുത്തെ ജനങ്ങളെക്കുറിച്ച് അറിയാമെങ്കിൽ, അതിനെക്കുറിച്ച് എന്തെങ്കിലും കാര്യമായി മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു ധാരണയാണ്. ഒരു വലിയ സിവിലൈസേഷൻ്റെ പിന്തുടർച്ചക്കാർ എന്നുള്ള നിലക്ക് മാത്രമല്ല, ഒരുപക്ഷെ നമുക്ക് നമ്മുടെ ഒരുപാട് വളരെ പൗരാണികമായിട്ടുള്ള ഒരു സിവിലൈസേഷൻ ഉള്ളവരാണ് നമ്മൾ. പക്ഷെ നമ്മൾക്ക് അത്തരം സിവിലൈസേഷൻ്റെ ഏതെങ്കിലും ഒരു അംശം നമ്മുടെ ദൈനംദിന വ്യവഹാരത്തിൽ ഇപ്പോൾ എത്ര കണ്ടുണ്ട് എന്ന് ചോദിച്ചാൽ കാര്യമായി ഒന്നും കാണാൻ സാധിക്കില്ല. പക്ഷേ ഇറാനിലെ ജനതയുടെ പെരുമാറ്റം ശരിക്കും ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ, കുറച്ചു കാലം അതിനെ നിരീക്ഷിച്ചു കഴിഞ്ഞാൽ, ഒരു ലോങ് സിവിലൈസേഷൻ്റെ അനേക മൂല്യങ്ങൾ അവരുടെ ദൈനംദിന വ്യവഹാരത്തിൽ നമുക്ക് കാണാൻ സാധിക്കും എന്നുള്ളതാണ്. മറ്റുള്ളവരോട് ഉള്ള പെരുമാറ്റത്തിൻ്റെ രീതി, അവരുടെ തന്നെ ശാസ്ത്ര സാങ്കേതിക വികാസത്തിനായി അവർ നിർമ്മിച്ചെടുക്കുന്ന, അതിനെ പ്രയോഗിക്കുന്ന ഒക്കെ രീതികൾ, അവർ തന്നെ വിദ്യാഭ്യാസത്തിന് ഏതൊക്കെ തലത്തിൽ ഊന്നൽ കൊടുക്കണമെന്നുള്ള ധാരണ, ഇതിലൊക്കെ ഒരു ദീർഘകാലത്തെ സംസ്കൃതിയുടെ ഈടുവെപ്പുകൾ ഇന്നും കാണാൻ സാധിക്കുമെന്നുള്ളതാണ്. അതുമാതിരി തന്നെ നിങ്ങൾ അവിടുത്തെ ഇടങ്ങളിൽ പോയി കഴിഞ്ഞാൽ, ഓരോ സ്ഥലത്തും പോയി കഴിഞ്ഞാൽ, പലതും നമ്മുടെ തന്നെ ഓർമ്മകളിലുള്ള സ്ഥലങ്ങളാണ് അല്ലേ. ഹാഫിസിനെ കുറിച്ചും സാദിയെക്കുറിച്ചും വലിയ കവികൾ, ഉമർ ഖയാമിനെ കുറിച്ചുള്ള നിഷാപൂരിലാണ്, കിഴക്കൻ ഇറാനിലാണ് ഉമർ ഖയാമിൻ്റെ ശവകുടീരം എന്നുള്ളത്. അപ്പോൾ അവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക് വായിക്കാൻ പറ്റുന്നത്, ഉമർ ഖയാം ദി ഫേമസ് മാത്തമാറ്റീഷ്യൻ ആൻഡ് പോയറ്റ്. നമുക്കറിയാത്ത കാര്യമാണ് പലപ്പോഴും. ഈ പേർഷ്യൻ കലണ്ടറും ഒക്കെ ഉണ്ടാക്കുന്നതിൽ പ്രമുഖമായിട്ടുള്ള കോൺട്രിബ്യൂഷൻ നടത്തിയിട്ടുള്ള വലിയ ആസ്ട്രോണമറും മാത്തമാറ്റീഷ്യനുമായിരുന്നു ഉമർ ഖയാം. നമുക്ക് റുബായത്ത് ഓഫ് ഉമർ ഖയാം ഒക്കെ കവിതയായിരിക്കും നമുക്ക്. കാരണം ആ മേഖല അഫ്ഗാനിസ്ഥാൻ്റെ പടിഞ്ഞാറ് വശവും ഇറാൻ്റെ കിഴക്ക് വശവും പാകിസ്ഥാൻ്റെ ചെറിയൊരു
ഭാഗവും അന്ന് ഇന്ത്യയുടെ ഭാഗം, അത് ഉടൻ തന്നെ പറയേണ്ടതായിട്ടുണ്ട്. ഈ ഇറാൻ എന്ന് പറയുന്ന ഏതോ വിദൂര പ്രദേശമല്ല, നമ്മുടെ ഇമ്മീഡിയറ്റ് നെയ്ബറാണ് ഇറാൻ. 1947 വരെ പാകിസ്ഥാൻ ഇതിൻ്റെ ഇടയ്ക്ക് 47 രൂപീകരിച്ചപ്പോഴാണ് കുറച്ച് ദൂരമായത് ഇറാൻ. അല്ലെങ്കിൽ നമ്മുടെ തൊട്ടടുത്ത നെയ്ബർ. അത് ജനങ്ങളുടെ പെരുമാറ്റത്തിലും ഒക്കെ കാണും, ഭാഷയിലും കാണും, ഒക്കെ കാണും. നമ്മളുമായിട്ട് ഒരുപാട് സാമ്യം ഉള്ള ജനതയാണത്. അപ്പോൾ വലിയ ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ വലിയൊരു സാംസ്കാരികവും ഒക്കെ ആയിട്ടുള്ള ചരിത്രം അവരെ സംബന്ധിച്ചിടത്തോളം പ്രധാനമാണ്. ഒരു കാര്യം കൂടി അവരുടെ ആ ഒരു സാംസ്കാരിക തലത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ, ഞാനും എലിസബത്തും കൂടെ ഹാഫിസിൻ്റെ ഷിറാസ് നഗരത്തിലാണ്, ഹാഫിസ് അൽ ഷിറാസി എന്ന് തന്നെയാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. ഷിറാസ് വൈൻ ഒക്കെ ഉള്ളത് കേട്ടതാണ്. ആ പേര്, ആ വൈൻ്റെ ഇന്നത്തെ സ്പീഷീസ് ഇറാനിൽ നിന്നുള്ളതല്ല, പക്ഷെ ആ പേര് ഷിറാസിൽ നിന്നുള്ളതാണ്. ഷിറാസ് വലിയൊരു വൈൻ പ്രദേശവുമാണ്. ഇസ്ലാമിക് റിപ്പബ്ലിക് വന്നതിന് ശേഷം വൈൻ പ്രൊഡക്ഷൻ അങ്ങനെ, പക്ഷേ മുന്തിരിങ്ങ നല്ലവണ്ണം ഉള്ളത്. ഹാഫിസിൻ്റെ കവിതകൾ നിങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ ഈ വൈനിനെ കുറിച്ചാണ് ഏറ്റവും കൂടുതൽ അദ്ദേഹം എഴുതിയിട്ടുള്ളത്. അതിൽ ഞങ്ങളവിടെ പോയപ്പോൾ, ഇദ്ദേഹത്തിൻ്റെ ശവകുടീരത്തിൽ പോയപ്പോൾ, ഹാഫിസിൻ്റെ വളരെ കുസൃതിയായിട്ടുള്ള ഒരു കുട്ടിയെ എങ്ങനെയെങ്കിലും കുറച്ചൊരു അച്ചടക്കത്തിൽ കൊണ്ടുവരാൻ അമ്മ ശ്രമിക്കുന്ന രംഗമാണ് നമ്മൾ കാണുന്നത് ഈ ശവകുടീരത്തിൻ്റെ മുമ്പിൽ നിന്ന് തന്നെ. അവൻ ഈ ശവകുടീരം കണ്ട് അമ്മ അവന് ഹാഫിസിൻ്റെ പുസ്തകം എടുത്ത് 4-5 വരി വായിച്ച് കേൾപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഇത് അവൻ ശാന്തനായി ബാക്കി വായിക്കുക. എത്രയോ നൂറ്റാണ്ട് മുമ്പ് മരിച്ചുപോയ ഒരു കവിയെ ദൈനംദിന ജീവിതത്തിലേക്ക് ഉടൻ തന്നെ ആവാഹിക്കുന്ന മനുഷ്യരാണ്. കുട്ടികൾക്കത് പകർന്നു കൊടുക്കുന്ന മനുഷ്യരെയാണ് നമ്മൾ കാണുന്നത്. വളരെയധികം നമുക്ക് ഒരു കവിക്ക് ഇതിനപ്പുറം എന്ത് വേണമല്ലേ? എത്രയോ നൂറ്റാണ്ട് കഴിഞ്ഞ് സാധാരണ മനുഷ്യർ ഇപ്പോഴും ഓർക്കുന്നു എന്നത്. ഇങ്ങനെ ഒരു പ്രദേശത്തെയാണ് ഈ സിവിലൈസേഷനെ ആകമാനം ഭസ്മമാക്കുമെന്നാണ് ട്രംപ് ഉദ്ഘോഷിക്കുന്നത്. അങ്ങ് എന്താ ഡെസിമേറ്റ് ചെയ്യുമെന്നാണ് പറയുന്നത്. തകർത്തുക. അതിനുള്ള ആയുധങ്ങളൊക്കെ ഉണ്ട്, തകർക്കാൻ. എളുപ്പമാവില്ല എന്നുള്ളത്. അങ്ങനെ പറയാൻ തോന്നുന്ന രാഷ്ട്ര നേതാക്കന്മാരാണ് ലോകത്തിലെ പ്രബല രാഷ്ട്രങ്ങളെ ഭരിക്കുന്നത് എന്നുള്ളത് ആണ് നമ്മുടെ ഏറ്റവും വലിയ ധർമ്മസങ്കടം. എങ്ങനെ ഇതിനെയൊക്കെ നിയന്ത്രിക്കാമെന്നുള്ളത്. അങ്ങനെ എന്തെങ്കിലും നിയന്ത്രണം അത്തരം ആളുകളുടെ മേലെ കൊണ്ടുവരണമെങ്കിൽ അതിനൊരു വ്യവസ്ഥ നിശ്ചയമായിട്ടും ആവശ്യമാണ്. അങ്ങനെ ഒരു വ്യവസ്ഥ നിലനിൽക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് മുഖ്യമായിട്ടുള്ള ചോദ്യം. ഇന്നത്തെ നമ്മുടെ സംഭാഷണ വിഷയം യഥാർത്ഥത്തിൽ അതാണ്. അങ്ങനെ ഒരു വ്യവസ്ഥ നിലനിൽക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ആ വ്യവസ്ഥയുടെ ചില ചട്ടക്കൂടുകൾ നേരത്തെ മാത്യു കുര്യൻ സാർ പറഞ്ഞതുപോലെ, അത് ബ്രെട്ടൺ വുഡ്സ് സിസ്റ്റമായാലും ഐക്യരാഷ്ട്രസഭയായാലും ഒക്കെ രൂപീകരിക്കാൻ അങ്ങനെ രൂപീകരിക്കപ്പെട്ടു. അതിനൊക്കെ കുറേയൊക്കെ പ്രാധാന്യമുള്ള ചരിത്ര സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുമുണ്ട്. പക്ഷേ ഇന്ന് ഐക്യരാഷ്ട്രസഭയുടെയൊക്കെ സ്ഥിതി നമുക്കറിയാം. ഒരു വിധത്തിൽ ലോകരാഷ്ട്രീയം പഠിക്കുന്ന ആൾക്കാർക്കൊക്കെ ഐക്യരാഷ്ട്രസഭയുടെ സ്ഥിതി അല്ലെങ്കിലും മനസ്സിലാവുന്നതാണ്. അവർക്ക് എങ്ങനെ ദേശരാഷ്ട്രങ്ങളുടെ ശക്തിക്ക് മേലെ പോകാൻ സാധിക്കും എന്നുള്ളത്. അത് അസാധ്യമാണ്. കാരണം അത്തരം ദേശരാഷ്ട്രങ്ങൾ തന്നെ രൂപീകരിക്കുന്ന, അവർ തന്നെ മെമ്പേഴ്സായിട്ടുള്ള ഒരു സംഘം, അതിൽ തന്നെ വെയിറ്റ് ഓഫ് പവർ പോലുള്ള ഒരു സംഗതി ഉള്ളപ്പോഴും ഇതിനെങ്ങനെ സാർത്ഥകമായി പ്രവർത്തിക്കാൻ സാധിക്കും എന്നുള്ളത് വലിയ ചോദ്യമാണ്. അതുകൊണ്ട് ഇതിൻ്റെ ആവിർഭാവ കാലം തൊട്ട് തന്നെ ഈ അമേരിക്കൻ പോളിസി മേക്കേഴ്സും പൊതുവിൽ യൂറോപ്യൻ പോളിസി മേക്കേഴ്സും ഒക്കെ ഇതിനെ വിളിക്കുക റൂൾ ബേസ്ഡ് ഓർഡർ. വളരെ ഒപ്രസീവായിട്ടുള്ള റൂൾസ് കൊണ്ടുണ്ടാക്കിയിട്ടുള്ളതാണ്. കാരണം ഈ വീറ്റോ പവർ എന്ന് പറയുന്നത് എന്താണ്? 2ാം ലോക യുദ്ധത്തിൽ ജയിച്ച ശക്തികൾക്ക് പ്രത്യേകമായിട്ടുള്ള പദവി. ലോകരാഷ്ട്രം തുല്യമായിട്ടുള്ള ഒരു മെമ്പർഷിപ്പ് അല്ല ഐക്യരാഷ്ട്രസഭയിൽ ഉള്ളത് എന്ന് നമുക്കറിയാം. അത് ജന്മനാ തന്നെ
അസന്തുലിതമായിട്ടുള്ള ഒരു ലോകവ്യവസ്ഥയാണ് ഉണ്ടാക്കി വെക്കാൻ ശ്രമിച്ചിട്ടുള്ളത്. അതിൻ്റെ പരാജയങ്ങൾ അതുകൊണ്ട് വളരെ പ്രധാനവുമാണ്. അതിന് ഒരുപാട് ഗുണങ്ങളും ഉണ്ടായിട്ടുണ്ട്. ലോകത്തൊരു അന്താരാഷ്ട്ര നിയമവ്യവസ്ഥ എന്നൊക്കെ പറയുന്നത് ഉണ്ടാക്കിയെടുക്കാൻ എന്താണ് നമ്മൾ പറയുന്ന ഒരു നോമാറ്റീവ് ഒരു വശം അതിനെപ്പോഴുമുണ്ട്. എന്ന രീതിയിൽ മനുഷ്യാവകാശങ്ങളെക്കുറിച്ച് 48-ലെ യൂണിവേഴ്സൽ ഡിക്ലറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് പോലുള്ള സംഗതികൾ, പല മേഖലയിലുള്ള നിയമങ്ങൾ, ലോ ഓഫ് ദി സീ അടക്കം അനേക വിധത്തിലുള്ള നിയമങ്ങളെ വ്യാഖ്യാനിക്കാൻ ശ്രമിക്കുക, ഭരണകൂട പെരുമാറ്റങ്ങൾക്ക് ഒരു വിധത്തിലുള്ള ചട്ടക്കൂടുണ്ടാക്കുക, അതിനൊക്കെ ഐക്യരാഷ്ട്രസഭ പ്രധാനമായിരുന്നു. പക്ഷേ ഇതിൻ്റെയൊക്കെ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള സ്വഭാവം മനസ്സിലാക്കണമെങ്കിൽ ഇതിന് മുമ്പത്തെ ലോക സംഘടന എന്ന് പറഞ്ഞ് നമുക്കുണ്ടായിരുന്നത് ഒന്നാം ലോക യുദ്ധം കഴിഞ്ഞ് ലീഗ് ഓഫ് നേഷൻസാണ്. ഈ ലീഗ് ഓഫ് നേഷൻസ് അതിലും ഇതുമാതിരി അന്ന് ഒന്നാം ലോക യുദ്ധം ജയിച്ച ശക്തികൾ ബ്രിട്ടനും ഫ്രാൻസും ഈ ഓട്ടോമൻ എംപയറിൻ്റെയൊക്കെ ഭാഗമായിട്ടുള്ള പ്രദേശങ്ങളൊക്കെ സ്വന്തം വരുതിയിൽ വരുത്താൻ വേണ്ടി ഉള്ള ചട്ടക്കൂടുകളാണ് ലീഗ് ഓഫ് നേഷൻസിൽ എഴുതി വെക്കുന്നത്. അതിൻ്റെ മാൻഡറ്ററി സിസ്റ്റം എന്നൊക്കെ പറയുന്നു. അതിൽ ചിലത് വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് അത്ഭുതം, ഇതാണ് ലോക സംഘടന എന്നൊക്കെ പറഞ്ഞ് വന്നിട്ടുള്ളത്. എന്താ അതിൽ പാലസ്തീനും ലെബനോണും ഇറാഖും സിറിയയും ഒക്കെ പെടും. ഇതൊക്കെ ഓട്ടോമൻ എംപയറിൻ്റെ കീഴിലുള്ള. അപ്പോൾ ഈ പ്രദേശങ്ങൾക്ക് they do not have the ability to rule themselves. Therefore, the civilized nations of the world, Britain and France, civilized nations of the world have to undertake that responsibility to rule these lands. ഈ ഓട്ടോമൻ എംപയറിൻ്റെ കീഴിലുണ്ടായിരുന്ന ഈ പ്രദേശം until they acquire the ability to rule themselves. നമ്മൾ ഈ കൊളോണിയലിസം എന്നൊക്കെ പറയുന്നത് രേഖയായി എഴുതി വെക്കുക. ആ സിവിലൈസിങ് മിഷൻ എന്നുള്ളത് നേരിട്ട് എഴുതി വെക്കുക. നമ്മെപ്പോലുള്ള മനുഷ്യർക്ക് ഈ അന്ന് നമ്മൾ മൂന്നാം ലോകം എന്നൊക്കെ വിളിച്ചിരുന്ന ഈ ലോകം, ഈ മനുഷ്യർക്കൊന്നും സ്വയം നിർണായകത്വം എന്ന് പറയുന്നത് ഒന്നില്ല. അത് അസാധ്യവുമാണ് എന്ന് അതിൽ ബൈ ഇംപ്ലിക്കേഷൻ അതുണ്ട്. അതുകൊണ്ട് ഈ സംസ്കൃതരായിട്ടുള്ള രാജ്യങ്ങൾ, യൂറോപ്പിൻ്റെയൊക്കെ ചരിത്രം അച്ഛനിവിടെ ഇരിക്കൊണ്ട് ഞാൻ പ്രത്യേകം പറയേണ്ട കാര്യമില്ല. എന്താ ഞങ്ങൾ ഇൻ്റർനാഷണൽ റിലേഷൻസ് പഠിപ്പിക്കുമ്പോൾ ഒരു പുസ്തകം സാറിന് പഠിപ്പിക്കാറുണ്ട്. കടുത്ത ഈ റിയലിസ്റ്റ് ചിന്തകനാണ്, യുദ്ധം ആവശ്യമാണെന്ന് വിചാരിക്കുന്ന ആളാണ്. പുസ്തകം എഴുതിയിരിക്കുന്നു. ഗാഡിസ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. ഗാഡിസിൻ്റെ പുസ്തകം എന്താ, ദി ലോങ് പീസ് എന്നാണ്. ഈ ലോങ് പീസ് യൂറോപ്പിൽ ഏത് കാലത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത് അറിയോ? കോൾഡ് വാർ, ഈ ശീതസമര കാലം. യൂറോപ്പിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും ലോങ്കസ്റ്റ് പീസ് ഉണ്ടായിരുന്ന സന്ദർഭമാണ് ആ ഒരു 10-70 വർഷം ഈ 20-ാം നൂറ്റാണ്ടിൽ ഉള്ള ശീതസമര കാലഘട്ടം എന്ന്. അതിനു മുമ്പുള്ള ചരിത്രം രണ്ടാം ലോക യുദ്ധം, ഒന്നാം ലോക യുദ്ധം, അതിനു മുമ്പ്. ഇന്നിപ്പോൾ ഇവിടെ സംസാരിക്കാനുള്ള പ്രധാന ഒരു കാര്യം ഈ ആഗോള വ്യവസ്ഥയുടെയൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ട രേഖ 1648-ലെ ഒരു ട്രീറ്റിയാണ്, വെസ്റ്റ്ഫാലിയ, ട്രീറ്റി ഓഫ് വെസ്റ്റ്ഫാലിയ എന്ന് പറയും, യൂറോപ്യൻ. അപ്പോൾ നമ്മൾ ഇന്നുള്ള ലോക വ്യവസ്ഥയെ, രാഷ്ട്രീയ വ്യവസ്ഥയെ വെസ്റ്റ്ഫാലിയൻ സിസ്റ്റം എന്നാണ് വിളിക്കുക. ട്രീറ്റി ഓഫ് വെസ്റ്റ്ഫാലിയയുടെ അതിനെ പിന്തുടർന്നുകൊണ്ടുള്ള ഒരു വ്യവസ്ഥ. ആ ട്രീറ്റി ഓഫ് വെസ്റ്റ്ഫാലിയ ഉണ്ടായതും 100 കൊല്ലത്തെ യുദ്ധത്തിൻ്റെ തുടർച്ചയായിട്ട്, അല്ലെങ്കിൽ 30 കൊല്ലത്തെ യുദ്ധത്തിൻ്റെ തുടർച്ച, അങ്ങനെ യൂറോപ്യൻ ചരിത്രം പലപ്പോഴായി ഈ യുദ്ധങ്ങളുടെ ഒരു ചരിത്രമായിട്ട് തന്നെയാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ സമീപകാല ചരിത്രമൊക്കെ അങ്ങനെയാണ്. ഈ
നമുക്കറിയാം ശീതസമരത്തിൻ്റെ അവസാനവും പിന്നെയും നമ്മൾ അല്ലേ ബോസ്നിയയും ഒക്കെ നമ്മൾ കണ്ടു. അവിടെയുള്ള അതൊക്കെ കഴിഞ്ഞ് യുദ്ധം അവസാനിക്കുമെന്നാണ്, സോവിയറ്റ് യൂണിയനൊക്കെ തകർന്നു കഴിഞ്ഞാൽ പിന്നെ അത് അവസാനിക്കുമെന്നാണ് വിചാരിച്ചത്. അങ്ങനെയല്ല. പറഞ്ഞു വരുന്നത് ഇത്തരത്തിലുള്ള ഈ ലീഗ് ഓഫ് നേഷൻസ് പോലുള്ള അന്താരാഷ്ട്ര സംഘടനകളുടെ ആദ്യത്തെ രൂപം പ്രധാനം, അതിലൊക്കെ അന്തർലീനമായിട്ടുള്ള അസന്തുലിതമായിട്ടുള്ള ഒരു കാര്യം മാത്രമല്ല, അധികാരത്തിൻ്റെ അസന്തുലിതമായിട്ടുള്ള വിതരണത്തിൻ്റെ കാര്യം മാത്രമല്ല, അതിലുള്ള ഈ കൊളോണിയൽ മെൻറ്റാലിറ്റി എന്ന് പറയുന്നത് വളരെ പ്രധാനമാണ്. ഐക്യരാഷ്ട്രസഭയിൽ അത് വീറ്റോ പവറും അതില്ലാത്ത ജനറൽ അസംബ്ലി എന്ന് പറയുന്ന ഒരു എല്ലാവരും ഒരു തുല്യതയുടെ ഒരു പ്രതീതി ഉണ്ടാകും. പക്ഷേ സെക്യൂരിറ്റി കൗൺസിൽ എല്ലാ തീരുമാനങ്ങളും എടുക്കും. അങ്ങനെയുള്ള ഒരു വർഗ വിഭജനം എന്നൊക്കെ പറയാവുന്ന ഒരു രീതി ലോക വ്യവസ്ഥയിൽ. അതുകൊണ്ട് ഇതിലൊക്കെ പൂർണ്ണമായി വിശ്വാസം അർപ്പിച്ചുകൊണ്ട് ഈ യുദ്ധങ്ങളുമൊക്കെ ഇല്ലാതാക്കാൻ ഇവ പര്യാപ്തമാണ് എന്നുള്ളത്, ചില ഇടപെടൽ നടത്താൻ പര്യാപ്തമാണ്, അത് ആ സന്ദർഭമൊക്കെ അനുസരിച്ച്. പക്ഷേ യുദ്ധം ഇല്ലാതാക്കാനുള്ള ശേഷി അവയ്ക്കില്ല എന്നുള്ളത് മാത്രമല്ല, അതിനുള്ള ഒരു എന്താ അതിനേക്കുള്ള ഒരു ഇൻക്ലിനേഷൻ അതിനില്ല. അങ്ങനെ ചെയ്യണമെന്നുള്ള ഒരാവശ്യം തോന്നുന്നില്ല. യുദ്ധം ഒഴിവാക്കപ്പെടേണ്ടതാണ് എന്നുള്ള ഒരു വിശ്വാസം അതിനില്ല. യുദ്ധം ഒരു സ്വാഭാവികമായിട്ടുള്ള ദേശരാഷ്ട്രങ്ങളുടെ പ്രവർത്തനത്തിലെ ഒരു സ്വാഭാവിക പദ്ധതിയായിട്ടാണ് ഈ ലോകരാഷ്ട്രീയ വ്യവസ്ഥ അതിനെ നോക്കിക്കാണുന്നത് എന്നുള്ളത്. ഞാൻ ഈ പറഞ്ഞ ട്രീറ്റി ഓഫ് വെസ്റ്റ്ഫാലിയ ഇപ്പോൾ പ്രൊട്ടസ്റ്റന്റുകളും കത്തോലിക്കരും തമ്മിലുള്ള പ്രശ്നങ്ങളുമൊക്കെ ഉണ്ട്. ഒരു രാജ്യം ഭരിക്കുന്ന യൂറോപ്പിൽ അവരുടെ മതം ക്രിസ്ത്യാനിറ്റി തന്നെയാണെങ്കിലും വേറെ വേറെയുള്ള ക്രിസ്ത്യാനിറ്റി. അപ്പോൾ ഇങ്ങനെയുള്ളവർ എങ്ങനെ ഒന്നിച്ച് ജീവിക്കും? ഈ ട്രീറ്റി ഓഫ് വെസ്റ്റ്ഫാലിയ കാര്യമായി അഡ്രസ്സ് ചെയ്യുന്നത് അതാണ്. നിങ്ങളുടെ മതവിശ്വാസം എന്ത് തന്നെയായാലും ഒരു ഭരണകൂടം എന്നുള്ള നിലക്ക് നിങ്ങളെ ഞങ്ങൾ അംഗീകരിക്കും എന്നും മറ്റേ മതവിഭാഗത്തിൽപ്പെട്ട ആൾ പറയുകയാണ്. അത് അന്യോന്യം ചെയ്യുന്നു എന്നുള്ളത്. ആ ട്രീറ്റിയുടെ പ്രാധാന്യം അതാണ്. അത് പിന്നീട് മറ്റ് മതസ്ഥരായിട്ടുള്ള ആൾക്കാരിലേക്കും അങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്യാം എന്ന ഒരു സംഗതിയാണ്. അതുകൊണ്ട് വിശ്വാസവും മതവും എന്നുള്ളതല്ല ഒരു ഭരണകൂടത്തെ നിശ്ചയിക്കുന്നത്, അത് അതിൻ്റെ തന്നെ സോവറിനിറ്റി ആണ്, സ്വയം നിർണായകത്വം ആണ്. അപ്പോൾ ഒരു നിശ്ചിത പരിധിയിൽ ഒരു ബോർഡറിനകത്ത് ഒരു ഭരണകൂടത്തിന് സ്വയം നിർണായക പദവി നൽകുകയാണ്. ആ പദവി അവിടെയുള്ള എല്ലാ രാഷ്ട്രീയ സംവിധാനങ്ങൾക്കും നൽകുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് സ്വയം നിർണായകത്വം ഉള്ളതുകൊണ്ട് തന്നെ ഒരു രാജ്യം മറ്റേ രാജ്യത്തിൻ്റെ കാര്യത്തിൽ ഇടപെടരുത് എന്നുള്ളത്. അപ്പോൾ ആ സോവറിനിറ്റിയും ബോർഡേഴ്സും എന്നുള്ളത് ഒരു വശത്തും, മറുവശത്ത് നോൺ ഇൻ്റർവെൻഷൻ എന്നുള്ളതുമാണ് ശരിക്കും ഈ വെസ്റ്റ്ഫാലിയൻ സംവിധാനത്തിൻ്റെ പ്രധാനപ്പെട്ട മുഖമുദ്ര. അതാണ് ഇന്നും നാം ഭരണകൂടങ്ങളുടെ സ്വഭാവവിശേഷമായി പറയുന്നത്. അതാണ് ലോകരാഷ്ട്രീയ വ്യവസ്ഥയുടെ ചില അടിസ്ഥാന പ്രമേയമായി ഇന്നും കൊണ്ടു നടക്കുന്നത്. അതുകൊണ്ടാണ് യുദ്ധം എന്നൊക്കെ പറയുന്നത് നമ്മൾ ഒരു രാജ്യത്തിൻ്റെ പരമാധികാരത്തിലുള്ള ഇടപെടലായി. അങ്ങനെയുള്ള ഇടപെടൽ നിയമപരമായി തന്നെ ഈ സംഘടനയുടെ സ്വഭാവത്തിന് തന്നെ ശരിക്കും വിരുദ്ധമായി പ്രവർത്തിക്കുന്ന ഒന്നാണ് എന്നുള്ള ബോധ്യം വരുന്നു. പക്ഷേ ഇത്തരം ബോർഡറിങ് പ്രിൻസിപ്പിൾ ഒക്കെ, അത്തരം സോവറിനിറ്റി സങ്കല്പങ്ങളുമൊക്കെ ഉണ്ടാക്കിയിട്ടുള്ള മറ്റൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ മനുഷ്യർ തമ്മിലുള്ള വലിയ തോതിലുള്ള അകറ്റി മാറ്റലുകളാണ്, വേർതിരിവുകൾ. ഇപ്പം ഇറാൻ നമുക്ക് വളരെ വിദൂര പ്രദേശമായി ഇപ്പോൾ തോന്നുന്നത് നമ്മുടെ ഇമ്മീഡിയറ്റ് നെയ്ബറിന്. എന്തുകൊണ്ടാണ്? അത് നമ്മുടെ ഈ
ദേശരാഷ്ട്രത്തെക്കുറിച്ചുള്ള ഈ വെസ്റ്റ്ഫാലിയൻ മെൻറ്റാലിറ്റിയിൽ നിന്നാണ് അത് വരുന്നത്. ബോർഡേഴ്സും സോവറിനിറ്റിയും വെച്ചിട്ട് ഉള്ള ലോകത്തെ കാണുന്ന രീതി. ഇവിടെ തൊട്ടടുത്തുള്ള ശ്രീലങ്ക അരമണിക്കൂർ യാത്രയേ ഉള്ളൂ. ഏതോ വിദൂര രാജ്യം അല്ലേ? ഒമാൻ കടലിൻ്റെ തൊട്ടപ്പം. ഈ ഒമാനിലേക്ക് മസ്കത്തിലേക്ക് ഡൽഹിയുടെ അത്ര ദൂരമില്ല. ഞാൻ ഡൽഹിയിൽ നിന്ന് എപ്പോഴും പറയുന്ന കാര്യം, എൻ്റെ ഡൽഹിയേക്കാളും എൻ്റെ നെയ്ബേഴ്സ് ഒമാനീസാണ്. നാം അത് മറന്നേ പോകും. അങ്ങനെയുള്ള ബന്ധങ്ങളും നമ്മളൊക്കെ തമ്മിലുണ്ടായിരുന്നു. ഈ പശ്ചിമേഷ്യയുമായിട്ടൊക്കെ നമ്മുടെ ബന്ധങ്ങളും ഈ കടൽ, ഇന്ത്യ മഹാസമുദ്രം എത്രയോ കാലമായി വളരെ ആക്റ്റീവായിട്ടുള്ള ഒരു കടലാണ്. അനേക വിധത്തിലുള്ള മനുഷ്യരും സംസ്കാരങ്ങളും മതങ്ങളും ഒക്കെ അന്യോന്യം ഇടകലർന്ന് വന്നിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ എന്തുകൊണ്ട് ഒരുപാട് നൂറ്റാണ്ടുകളായി മനുഷ്യരാശി തമ്മിലുണ്ടായിരുന്ന ബന്ധങ്ങളെയൊക്കെ ദേശരാഷ്ട്ര പരിധിയിലേക്ക് വെട്ടിമുറിച്ച് നമ്മുടെ ബോധത്തെ തന്നെ യഥാർത്ഥത്തിൽ ഈ ഒരു രാഷ്ട്രീയ വ്യവസ്ഥയുടെ തടവുകാരായി മാറ്റുക എന്നുള്ള ഒരു പ്രക്രിയ കൂടി അതിൽ അന്തർലീനമാണ് എന്നുള്ളതാണ്. അതുകൊണ്ട് ഇമ്മീഡിയറ്റ് നെയ്ബേഴ്സ് തന്നെ വളരെ വിദൂരസ്ഥരായിട്ടുള്ള വിദേശികളായിട്ട് മാറും. ഇനി അവരൊന്നും ഇങ്ങോട്ട് കടന്നു പോകരുത്, അതൊക്കെ പിന്നെ ഭീകരവാദികളും ഒക്കെ ആവും വന്നു കഴിഞ്ഞാൽ എന്നൊക്കെയുള്ള സ്ഥിതിവിശേഷം ഒക്കെയാണ്. അപ്പോൾ ഈ വെസ്റ്റ്ഫാലിയൻ സംവിധാനത്തിൻ്റെ അതിന് അങ്ങനെ ഒരു ദേശരാഷ്ട്ര വ്യവസ്ഥയ്ക്ക് അനേക വിധത്തിലുള്ള ലോക മുതലാളിത്തത്തിൻ്റെ വളർച്ചയും ഒക്കെ ആയിട്ട് നല്ല ബന്ധമുണ്ട്. അതാണ് ഇതിനെ കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആക്കുന്നത്. ഒരേ സമയം നമ്മൾ പറയും ഇങ്ങനെയുള്ള ഭരണകൂടം, ഈ നേഷൻ സ്റ്റേറ്റ്സ് എന്ന് പറയുന്നത് മുതലാളിത്തത്തിൻ്റെയൊക്കെ വളരെ ഒരു ലിബറലായിട്ടുള്ള വളർച്ചയ്ക്ക്, തടസ്സമില്ലാതെയുള്ള മൂലധനത്തിൻ്റെ വളർച്ചയ്ക്ക് ഇതൊക്കെ വിഘാതമായി വരുമെന്ന് ചില കൂട്ടർ പറയും. ചില കൂട്ടർ നേരെ മറിച്ചാണ് പറയും. നിങ്ങൾ ഇതിനെക്കുറിച്ചുള്ള സാഹിത്യം വായിച്ചു കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ മുതലാളിത്തത്തിൻ്റെ വളർച്ചയ്ക്ക് ഏറ്റവും ശക്തമായിട്ടുള്ള ഉപാധികളായി നിന്നത് ഈ ഭരണകൂടങ്ങളാണ് എന്നുള്ള വ്യാഖ്യാനവും നമുക്ക് കാണാൻ സാധിക്കും. രണ്ട് വിധത്തിൽ ശരിയായിട്ടുള്ള കാര്യങ്ങളുമാണ്. അപ്പോൾ മുതലാളിത്തത്തിൻ്റെ ആ വിധത്തിലുള്ള ആധുനിക മുതലാളിത്തത്തിൻ്റെ വളർച്ച, മുതലാളിത്തം എന്ന് പറയുമ്പോൾ അതിന് എന്നെപ്പോലുള്ള ആൾക്കാർ അതിന് വ്യാഖ്യാനം ഒരു 500 കൊല്ലമൊക്കെ നിലനിന്നിട്ടുള്ള ഒന്നിനെയാണ്. കഴിഞ്ഞ ഒരു 1-2 നൂറ്റാണ്ടിലെ കാര്യം മാത്രമായി നമ്മൾ വാസ്കോ ഡി ഗാമയൊക്കെ ഓർക്കുന്നുണ്ട്. അപ്പോൾ മുതലാളിത്തത്തിൻ്റെ പഴയ രീതികൾ, കമ്പനികളുടെ വളർച്ചയും നമ്മൾ ഇന്ന് ആഗോളീകരണം എന്നൊക്കെ പറയുന്ന ഒരു പ്രത്യേക വിധത്തിലുള്ള വളർച്ചയും ഒക്കെ സംഭവിക്കുന്ന ഒരു കാലം, അതിന് വ്യാവസായിക വിപ്ലവത്തിൻ്റെ ഫലമായിട്ട് പുതിയ രീതിയിലുള്ള വളർച്ചയുണ്ടായി. ഇപ്പോഴതിന് വലിയ മാറ്റങ്ങൾ വന്നു. പുതിയ ഉൽപാദനക്രമങ്ങൾ തന്നെ വളരെ വ്യത്യാസപ്പെട്ടു വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ദേശരാഷ്ട്ര വ്യവസ്ഥയെ സംബന്ധിച്ചിടത്തോളം പുതിയ തരത്തിലുള്ള അനേക ചാലഞ്ചസാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. അതിനുള്ള വലിയ ഭീഷണികൾ വന്നിട്ടുണ്ട്. ഒരു ഭീഷണി സ്വാഭാവികമായിട്ടും ഇതുപോലുള്ള ശക്തമായിട്ടുള്ള രാജ്യങ്ങൾ, അത്രത്തോളം ശക്തമല്ലാത്ത രാജ്യങ്ങളിൽ പോയി ഇടപെടുന്നത് തന്നെ. അത് ഈ നോൺ ഇൻ്റർവെൻഷൻ എന്നുള്ള പ്രിൻസിപ്പിളിനെ നിരന്തരം ഇല്ലാതാക്കിക്കൊണ്ടിരിക്കും. അങ്ങനെയാണെങ്കിൽ അങ്ങനെ ഒരു സോവറിനിറ്റിയെ ബേസ് ചെയ്തുകൊണ്ടുള്ള, ബോർഡേഴ്സിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള, നോൺ ഇൻ്റർവെൻഷൻ പ്രിൻസിപ്പിളിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള ഒരു വ്യവസ്ഥ എങ്ങനെയാണ് നിലനിൽക്കുക? അപ്പോൾ അതിന് വരുന്ന വലിയ വിള്ളലുകളുടെ ഒരു കാര്യം നിരന്തരമായിട്ടുള്ള ഇൻ്റർവെൻഷൻ. ഈ അമേരിക്ക ഇൻ്റർവെൻ ചെയ്യാത്ത രാജ്യങ്ങൾ കുറവാണ്. ലാറ്റിൻ അമേരിക്കയിൽ എവിടെയും ഇല്ലെന്ന് തന്നെ പറയാം. പശ്ചിമേഷ്യയിൽ നോക്കിയാൽ മിക്കയിടത്തും, പശ്ചിമേഷ്യയിൽ, ഉത്തരാഫ്രിക്കയിൽ, എല്ലായിടത്തും, സൗത്ത് ഈസ്റ്റ് ഏഷ്യ മുഴുവൻ കാണാൻ സാധിക്കും. അത് ഒന്നിടവിട്ട കൊല്ലങ്ങളിലോ അങ്ങനെയൊക്കെയാണ് നേരത്തെ സംഭവിച്ചുകൊണ്ട്. ഇപ്പം അങ്ങനെയല്ല. കഴിഞ്ഞ ഒരു വർഷത്തിനിടക്ക് ഏകദേശം 25 രാജ്യങ്ങളിലും പല വിധത്തിലുള്ള അത് ഭീകരമായിട്ടുള്ള യുദ്ധമായി ഇപ്പോൾ കാണുന്ന ഇറാനിലും ഒക്കെ കാണും. അതിനു മുമ്പ് നമുക്കറിയാം ഈ മേഖലയിൽ തന്നെ അഫ്ഗാനിസ്ഥാനിലും ഇറാഖിലും ലിബിയയിലും ഒക്കെ നമ്മൾ കണ്ടതാണ് അത്. അപ്പോൾ ഇങ്ങനെയുള്ള ഇൻ്റർവെൻഷൻ
നോടുകൂടി ഈ നോൺ ഇൻ്റർവെൻഷൻ പ്രിൻസിപ്പിൾ ശരിക്കും അത് തകർക്കപ്പെടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ വെസ്റ്റ്ഫാലിയൻ സംവിധാനത്തിനുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം അതാണ്, ഈ ഇൻ്റർവെൻഷൻ എന്ന് പറയുന്നതും യുദ്ധവും. അത് യുദ്ധത്തിനാണ് പലപ്പോഴും ഈ ഇൻ്റർവെൻ ചെയ്യുന്നത്. രണ്ടാമതൊരു സംഗതി അത് വലിയ തോതിലുള്ള മനുഷ്യരുടെ മൈഗ്രേഷനാണ്. പഴയ വിധത്തിലുള്ള ഈ ബോർഡേഴ്സിനെയൊക്കെ ഭേദിച്ചുകൊണ്ടുള്ള പല രാജ്യങ്ങളും അതിനെ ഇല്ലീഗൽ മൈഗ്രേഷനൊക്കെ ആയിട്ടാണ് കണക്കാക്കുക. കാരണം സമ്പത്തിൻ്റെയും തൊഴിൽ സാധ്യതയുടെയൊക്കെ വളരെ എന്താണ് ഒരു വിധത്തിലുള്ള ഒരു ഏകീകരണം അതിലൊന്നുമില്ല. ചില പ്രദേശങ്ങൾ സമ്പത്ത് കുന്നുകൂടിയിരിക്കുന്ന ഒരുപാട് അവസരങ്ങളുള്ള പ്രദേശങ്ങളാണ്, മറ്റു പല പ്രദേശങ്ങളും അങ്ങനെയുള്ള ഒരു സാധ്യതയുമില്ലാത്ത പ്രദേശങ്ങൾ. അതുകൊണ്ട് തന്നെ മനുഷ്യരുടെ വലിയ തോതിലുള്ള മൂവ്മെൻ്റ് ഉണ്ടാവും, അവർ മൈഗ്രേഷൻ വലിയ തോതിൽ സംഭവിക്കും. അത് ലീഗലാണെങ്കിലും ഇല്ലീഗലാണെങ്കിലും സംഭവിക്കുക തന്നെ ചെയ്യും. അത് ഇത്തരം കാര്യങ്ങൾ ഈ ദേശരാഷ്ട്രത്തിന് കുറുകെയുള്ള മൈഗ്രേഷൻ, എല്ലാ രാജ്യങ്ങളുടെ അകത്തുള്ള വലിയ മൈഗ്രേഷൻ നടക്കുന്നുണ്ടെന്ന് നമുക്കൊക്കെ അറിയാം. ഇങ്ങനെയുള്ള കുറുകെയുള്ള മൈഗ്രേഷൻ തന്നെ പരമാധികാര ഭരണകൂടങ്ങൾക്ക് കൈകാര്യം ചെയ്യാവുന്നതിൽ അപ്പുറത്തായി മാറും. ഇപ്പോൾ കഴിഞ്ഞ ദശകത്തിലാണ് നമ്മൾ കണ്ടത് അല്ലേ, യൂറോപ്പിലേക്കുള്ള വലിയ സിറിയൻ റെഫ്യൂജീസിൻ്റെ മൈഗ്രേഷനും ഒക്കെ. ഹംഗറി പോലുള്ള രാജ്യങ്ങൾ അപ്പോഴും പറഞ്ഞത് ഈ മുസ്ലിങ്ങളെ ഇങ്ങോട്ട് കയറ്റില്ല. അങ്ങനെ നേരിട്ട് ഒരു വംശീയ വാദമൊക്കെ ഏറ്റവും വികസിതമായിട്ടുള്ള പ്രദേശങ്ങളെന്ന് നമ്മൾ കരുതുന്ന യൂറോപ്പൊക്കെ മുന്നോട്ട് കൊണ്ടുവരുന്ന, അതിന് വലിയ ഫിലോസഫേഴ്സിൻ്റെ ഒക്കെ സപ്പോർട്ടും സീഷക്കിനെ പോലുള്ള ആൾക്കാരുമൊക്കെ, എത്രയോ ആൾക്കാർ യൂറോപ്പിൻ്റെ പരിപാവനത പരിരക്ഷിക്കുക എന്നുള്ളത്. അല്ലാതെ ഇവരുടെ പട്ടിണിയോ യുദ്ധം കൊണ്ടുള്ള കെടുതിയോ അതൊരു കാര്യമാണ്. ഞാൻ എൻ്റെ വിദ്യാർത്ഥികളോട് ചൂടായിട്ടുണ്ട് പലപ്പോഴും. ഈ ആഫ്രിക്കയിൽ നിന്ന് യൂറോപ്പിലേക്ക് പോകുന്ന മെഡിറ്ററേനിയനിൽ പോയി കടലിൽ വീണ് ചാവുകയാണ് ഒരു വലിയ ജനവിഭാഗം. അവരൊക്കെ എവിടെ നിന്ന് വന്നു? ഞാൻ സുഡാനിൽ ഖാർത്തൂമിലൊക്കെ പോയി നോക്കിയിട്ടുണ്ട്. അവിടെയൊക്കെ ഇടയാളുകളുണ്ട് ഇവരെ മെഡിറ്ററേനിയൻ വരെ എത്തിക്കാൻ. അവർ പലരും സബ് സഹാറൻ ആഫ്രിക്കയുടെ പല ഭാഗത്തു നിന്നും വരുന്നവർ, സാധാരണ മനുഷ്യർ. പട്ടിണി. യൂറോപ്പിൽ അവസരങ്ങളുണ്ട്, ആളും വേണം, പക്ഷെ അനുവദിക്കില്ല. അത് കിഴക്കൻ യൂറോപ്പിൽ നിന്ന് വന്നാൽ കുഴപ്പമില്ല. സോവിയറ്റ് യൂണിയൻ തകർന്നപ്പോൾ അവിടെ നിന്നാണ് ഒരുപാട് പേര് വന്നത്. ഈ കറുത്ത വർഗ്ഗക്കാരും ഈ പശ്ചിമേഷ്യയിൽ നിന്നും മധ്യേഷ്യയിൽ നിന്നൊക്കെ ഉള്ള ഈ മനുഷ്യരൊക്കെ എന്തിനാണ് വരുന്നത്? അത് യൂറോപ്പിൻ്റെ തന്നെ അതിൻ്റെ ഐഡൻറ്റിറ്റിയെ തകർക്കും. എന്താണ് ഈ ഐഡൻറ്റിറ്റി? അപ്പോൾ കുട്ടികൾ ചിലപ്പോൾ ഇത്തരം മൈഗ്രേഷനെ കുറിച്ച് സംസാരിക്കുമ്പോഴേ അവർ, പക്ഷേ യൂറോപ്യൻ സെക്യൂരിറ്റി പ്രധാനമല്ല. ഈ മനുഷ്യരുടെ ജീവിതവും അവരുടെ സെക്യൂരിറ്റിയും അല്ല ആദ്യം ആലോചിക്കുന്ന അതല്ല. യൂറോപ്പിൻ്റെ സെക്യൂരിറ്റിയും അവരുടെ ഐഡൻറ്റിറ്റി പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ള കാര്യം. അങ്ങനെ തലതിരിഞ്ഞ ലോകബോധം നമുക്ക് നല്ലവണ്ണം ലഭ്യമായിട്ടുണ്ട്. നേരത്തെ എഡ്വേർഡ് സൈതൊക്കെ പറയുന്നത് പ്രധാനമായും ഇങ്ങനെയുള്ള ലോകബോധങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നതിനെക്കുറിച്ചാണ്. കൊളോണിയൽ വീക്ഷണങ്ങൾ, നമ്മൾക്കെതിരായിട്ടുള്ള വീക്ഷണങ്ങൾ ഉൽപ്പാദിപ്പിച്ചുകൊണ്ടിരിക്കുക, അത് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുക. ഇറാനെ ആക്രമിക്കുമ്പോൾ അവിടുത്തെ ഭരണകൂടം ഇന്നതുപോലുള്ളതല്ലേ, അവർക്കിത് കിട്ടേണ്ടതാണ്. പിന്നെ മുസ്ലിങ്ങളാകുമ്പോൾ പിന്നെ പ്രത്യേകിച്ചും അതുകൊണ്ട് ഇല്ലേ, അത്തരം ബോധങ്ങളാണ് നമ്മെ ഭരിക്കുന്നത്. ഇത് നമുക്കെതിരായി നാം തന്നെ ചെയ്യുന്ന ഒരു യുദ്ധമാണ് എന്നുള്ളത് ആലോചിക്കുന്നേ ഇല്ല. ഇതിൻ്റെ പരിണിത ഫലം എന്താണ്? നമ്മുടെ വിഭവങ്ങളും നമ്മുടെ അധികാരവും ഒക്കെ കവർന്നെടുക്കാനുള്ള ഒരു പ്രത്യയശാസ്ത്രപരമായിട്ടുള്ള ഒരു ഭൂമിക നമ്മൾ തന്നെ ഒരുക്കുക. ഈ ഇംപീരിയലിസം എന്നൊക്കെ പറയുന്നത് നമ്മുടെ തന്നെ മൂല്യമായി മാറുന്ന ഒരു പ്രക്രിയ. ഗ്രാംഷിയൊക്കെ പണ്ട് പറയുന്നില്ല, കോമൺ സെൻസായിട്ട് മാറുകയാണ്. ആധിപത്യ വീക്ഷണങ്ങൾ നമ്മുടെ തന്നെ സാമാന്യബോധമായി മാറുന്ന ഒരു പ്രക്രിയ. അതിൽ
ആഗോള മാധ്യമങ്ങളും അക്കാഡമികമായിട്ടുള്ള ജ്ഞാനോൽപാദനവും ഒക്കെ വലിയ തോതിൽ സഹായിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാവും. അപ്പോൾ പറഞ്ഞു വരുന്ന ഒരു കാര്യം, ഈ മൈഗ്രേഷൻ എന്ന് പറയുന്നതും ഈ ആഗോള തരത്തിലുള്ള മൈഗ്രേഷൻ എന്ന് പറയുന്നത് ഈ വെസ്റ്റ്ഫാലിയൻ സംവിധാനത്തിന് വലിയ തോതിൽ ഇളക്കം തട്ടിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരം ഭരണകൂടങ്ങൾ കൂടുതൽ ഈ അകത്തോട്ട് നോക്കുന്നതായി മാറിയിട്ടുണ്ട്. ഇവരെയൊക്കെ ചെറുത്ത് അവരുടെ സംസ്കാരം സംരക്ഷിക്കാനുള്ള വ്യഗ്രതയിലാണ്. അതിന് വലിയ സാമ്പത്തിക നഷ്ടമാണ് അത് ഉണ്ടാക്കുന്നതെങ്കിലും അതിന് തയ്യാറാണ് എന്നുള്ളത്. ഇപ്പോൾ അമേരിക്ക ട്രംപിൻ്റെ കാലത്ത് നമ്മൾ ഐസിനെ ഉപയോഗിച്ച് അവരുടെ ഇപ്പോൾ ബോർഡർ സെക്യൂരിറ്റി ആണ് സാധാരണ നഗരങ്ങളിൽ മനുഷ്യർ. അത് നിങ്ങൾ അമേരിക്കൻ സിറ്റിസൺ ആണോ ഇല്ലയോ എന്നുള്ള പ്രശ്നമല്ല, നിങ്ങൾ കറുത്ത ആൾക്കാരാണോ ഇല്ല, പിന്നെ ലത്തീനോ കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ആളാണോ അറബാണോ അങ്ങനെയൊക്കെ നോക്കി അവർ ചിലപ്പോൾ സിറ്റിസണോ അത് ഒക്കെ പ്ലെയിനിക്കായിട്ട് അയച്ചിട്ട് പിന്നെ ചെക്ക് ചെയ്യുന്ന കാര്യങ്ങളാണ്. ആ വിധത്തിലുള്ള മൈഗ്രേഷനെ തടയാനുള്ള വ്യഗ്രത അതിലൂടെ ഈ തീവ്ര വലതുപക്ഷത്തിന് ഏറ്റവും കൂടുതൽ വളം നൽകിയിട്ടുള്ളത് ഇത്തരത്തിലുള്ള തീവ്ര വലതുപക്ഷ വ്യാഖ്യാനങ്ങൾ. ഇത്തരം മൈഗ്രേഷൻ കൊണ്ടാണ് ഈ അമേരിക്ക പോലുള്ള രാഷ്ട്രങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളത്. ഇതാണ് നമ്മുടെ സമ്പത്ത് എന്നൊക്കെ പറയുന്ന ഒരു ബോധ്യമല്ല അവിടെ സൃഷ്ടിക്കപ്പെടുന്നത്, നേരെ മറിച്ചാണ് സൃഷ്ടിക്കപ്പെടുന്നത്. അപ്പോൾ ഈ ഇൻ്റർവെൻഷനും യുദ്ധവും ഒരു വശത്തും ഇതുമാതിരിയുള്ള മൈഗ്രേഷൻ, മറ്റൊന്ന് ടെക്നോളജി, ഇൻ്റർനെറ്റ് പോലുള്ളത് എന്നുള്ള നമ്മുടെ സാമൂഹ്യ മാധ്യമങ്ങളടക്കം ഉള്ള പ്രക്രിയകൾ, ഇവയൊന്നും ദേശരാഷ്ട്ര പരിധിയെ വകവെക്കുന്നില്ല, പൂർണ്ണമായിട്ടും വകവെക്കുന്നില്ലെന്നുള്ളതല്ല അതിൻ്റെ അർത്ഥം. ഇപ്പോൾ ചൈന കൺട്രോൾ ചെയ്യും, ഇപ്പോൾ ഇറാൻ തന്നെ കൺട്രോൾ ചെയ്യുന്നുണ്ട്, അമേരിക്കയാണ് ഏറ്റവും കൂടുതൽ കൺട്രോൾ ചെയ്യുന്നത്, ഇസ്രായേൽ ആണ് ലോകത്തെ ഏറ്റവും കൂടുതൽ ഈ ഇൻ്റർനെറ്റ് കൺട്രോൾ ചെയ്യുന്ന രാജ്യങ്ങളിലൊന്നും. അവിടെയൊക്കെ ഉള്ള സെൻസർഷിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വസിക്കാൻ, അമേരിക്കയിലൊക്കെ സെൻസർഷിപ്പ്, ഞാൻ അമേരിക്കയിൽ 2 വർഷം പഠിപ്പിച്ചിട്ടുള്ള ആൾ, അന്നൊക്കെ കുറേയൊക്കെ ഇവിടെ ഭേദമായിരുന്നു. ഭേദമെന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിൽ അന്നുണ്ടായിരുന്ന മാധ്യമ സ്വാതന്ത്ര്യം അവിടെ ഇല്ലായിരുന്നു. ഈ ട്രംപിനൊക്കെ എത്രയോ മുമ്പ്. ഇപ്പം ഈ യുദ്ധത്തെക്കുറിച്ചുള്ള എന്ത് റിപ്പോർട്ട് ഇപ്പോഴാണ്, ഈ 2 മാസം കഴിഞ്ഞ യുദ്ധത്തിൻ്റെ ഇപ്പോഴാണ് പറയുന്നത് ഈ ഗൾഫ് മേഖലയിലുള്ള അമേരിക്കൻ ബേസസിലൊക്കെ കാര്യമായിട്ടുള്ള നഷ്ടം സംഭവിച്ചിട്ടുണ്ട് എന്ന്. പുതിയ കണ്ടുപിടുത്തങ്ങൾ. ഇന്നലത്തെ CNN റിപ്പോർട്ട്, ഈ 3 ദിവസമായി ന്യൂയോർക്ക് ടൈംസും വാഷിങ്ടൺ പോസ്റ്റും എല്ലാം റിപ്പോർട്ട് ചെയ്തു. ഇത് പെട്ടെന്ന് എവിടെ നിന്ന് വന്നു? ഇത് നമുക്കൊക്കെ യുദ്ധത്തിൻ്റെ 2ാമത്തെ ദിവസം അറിയുന്ന സംഗതികളാണ്. ഇതാണ് സെൻസർഷിപ്പ് എന്ന് പറയും. കാരണം ആ സമയത്ത് ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ യുദ്ധത്തിനെതിരെ വൻതോതിലുള്ള പ്രശ്നങ്ങളുണ്ടാവും. അത് ഒഴിവാക്കാൻ ഇസ്രായേലിൽ യാതൊരു വിധത്തിൽ നിങ്ങൾക്ക് എങ്ങനെയും അറിയാനുള്ള ഒരു വകുപ്പുമില്ല. എത്ര ഇസ്രായേലികൾ മരിച്ചു, എത്ര ഇപ്പോൾ ഇറാൻ്റെ തന്നെ ആക്രമണത്തിൽ ഏതൊക്കെ മിലിറ്ററി എസ്റ്റാബ്ലിഷ്മെൻറ്റ്സിനാണ്, അവിടുത്തെ ന്യൂക്ലിയർ എസ്റ്റാബ്ലിഷ്മെൻറ്റിൻ്റെ അടുത്ത് പോലും മിസൈലുകൾ അയച്ചിട്ടുണ്ട്, അറിയേയില്ല. അപ്പോൾ ഈ ടെക്നോളജിയുടെ വളർച്ച എന്ന് പറയുന്നത് ഒരു വിധത്തിൽ ദേശരാഷ്ട്ര പരിധി കടക്കുന്ന ഒന്നാണ്. അതിൻ്റെയൊക്കെ ഉദാഹരണം ഇപ്പോൾ അറബ് അപ്രൈസിങ്ങൊക്കെ നടന്നപ്പോഴേ 2010-11 കാലത്ത് ഒരു രാജ്യത്തുണ്ടാകുന്ന സംഭവങ്ങൾ മറ്റു രാജ്യത്തെ ഉടൻ തന്നെ ബാധിക്കുന്നുണ്ട് അല്ലേ? അത്തരം മൂവ്മെൻറ്റ്സ് ടുണീഷ്യയിൽ തുടങ്ങി ഈജിപ്തിലേക്കും യമനിലേക്കും സിറിയയിലേക്കും ബഹ്റൈനിലേക്കും ഒക്കെ പടരുന്നത് നമ്മൾ കാണും. അതൊക്കെ പുതിയ ഒരു സാങ്കേതികവിദ്യയുടെ വികാസവും പുതിയ മാധ്യമങ്ങളുടെ വളർച്ചയുമൊക്കെ ആയി ബന്ധപ്പെട്ട സംഗതിയാണ്. പൂർണ്ണമായും പഴയ രീതിയിലുള്ള കംപ്ലീറ്റ് കൺട്രോൾ ഇന്ന് ഇല്ല എന്നൊക്കെ, ഓൾട്ടർനേറ്റീവായിട്ടുള്ള സംവിധാനങ്ങൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമെന്നുള്ളത്. പക്ഷേ അതിനെയും കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ് ഈ ഉദാഹരണം. അപ്പോൾ ഇതൊരു വശമാണ്. പഴയ വെസ്റ്റ്ഫാലിയൻ സംവിധാനം അതുമാതിരി തുടരാൻ പറ്റാത്ത ഒരു സ്ഥിതിവിശേഷം. 4മതൊന്ന് പാരിസ്ഥിതികമായിട്ടുള്ള പ്രശ്നങ്ങളാണ്. അതും വളരെ പ്രധാനമാണ്. കാരണം ഈ പാരിസ്ഥിതിക പ്രശ്നങ്ങൾ അധികവും ഇപ്പോൾ നമ്മൾ ഈ സീ ലെവൽ
കൂടുന്നതും ഗ്ലോബൽ വാർമിംഗ് പോലുള്ള പ്രശ്നങ്ങൾ, ക്ലൈമറ്റ് ചേഞ്ച് എന്ന് നമ്മളിപ്പോൾ പറയുന്ന കാര്യങ്ങളൊക്കെ തന്നെ ആഗോള പ്രതിഭാസം, ഒരു ദേശരാഷ്ട്ര പരിധിക്കകത്ത് കൺട്രോൾ ചെയ്യാവുന്ന ഒരു കാര്യമല്ലാതായി മാറിയിട്ടുണ്ട്. ഈ ഇത്തരം പാരിസ്ഥിതിക പ്രശ്നങ്ങളൊക്കെ എല്ലാ മനുഷ്യരെയും ഒരുപോലെയാണ് ബാധിക്കുന്നത് എന്നുള്ള വിശ്വാസമൊന്നും അതിൽ വേണ്ട. അങ്ങനെയല്ല ബാധിക്കുന്നത്. അത് പാവപ്പെട്ടവരെ കൂടുതലായിട്ട് തന്നെ ബാധിക്കും. വേറെ പോകാൻ സ്ഥലമില്ലാത്തവരെ അത് കൊല്ലുകയും ചെയ്യും. തുല്യമായിട്ടൊന്നുമല്ല ബാധിക്കുന്നത്, പക്ഷേ ഇത് ആഗോളമായിട്ട് നടക്കുന്ന സംഗതിയാണ്. എല്ലാ രാജ്യങ്ങളെയും ബാധിക്കുന്നുണ്ട്, പക്ഷേ അത് വ്യത്യസ്ത അളവിലാണ് ബാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ദേശരാഷ്ട്രങ്ങൾക്ക് പഴയ പോലെ സോവറിനായിട്ടുള്ള അധികാരം ഉപയോഗിച്ചുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ തീരുമാനിക്കാനുള്ള പഴയ രീതിയിലുള്ള ശേഷി നഷ്ടപ്പെടുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ടത്. അങ്ങനെ അനേക കാരണങ്ങളിലേക്ക് നമുക്ക് പോകാൻ സാധിക്കും. പറഞ്ഞു വരുന്നത് ഈ ഒരു 17-ാം നൂറ്റാണ്ട് തൊട്ട് ഇങ്ങോട്ടുള്ള അങ്ങനെ വളർന്നു വന്നിട്ടുള്ള ഒരു ലോക രാഷ്ട്രീയ വ്യവസ്ഥ വലിയ പ്രതിസന്ധികൾ നേരിടുന്ന ഒരു സന്ദർഭത്തിലാണ് നാം ഈ ഇറാൻ്റെ മേലുള്ള യുദ്ധം പോലുള്ള ഒന്ന് കാണുന്നത്. അത് നേരിട്ട് ആദ്യം പറഞ്ഞ കാര്യം തന്നെ വളരെ മുഖ്യമായിട്ടുള്ള കാര്യവുമാണ്. ശക്തമായിട്ടുള്ള ഒരു ദേശരാഷ്ട്രം അത്രയും ശക്തമല്ലാത്ത മറ്റ് രാഷ്ട്രങ്ങളുടെ മേലെ നടത്തുന്ന അധിനിവേശവും യുദ്ധവും എന്നുള്ളതാണ്. ഈ സോവറിനിറ്റി എന്ന് പറയുന്നതിന് വലിയ ഒരു പ്രസക്തി ഇല്ലാതാക്കുന്ന വിധത്തിലുള്ള ഒരു കാര്യമാണ്. അത് കുറച്ച് കാലമായി, ഇപ്പോൾ കഴിഞ്ഞ ഒരു 2 ദശകങ്ങളായി ഈ പ്രീഎംപ്റ്റീവ് സ്ട്രൈക്ക് എന്നൊക്കെ പറയുന്ന യുദ്ധം തന്നെ വേണം, യുദ്ധം ഒഴിവാക്കാനുള്ള പ്രീഎംപ്റ്റീവ് സ്ട്രൈക്കാണ്. അപ്പോൾ ഇന്ത്യയും പോയി പാകിസ്ഥാനിൽ ചിലയിടങ്ങൾ ബോംബ് ചെയ്യണം എന്ന് പറയുന്നു, വാദിക്കുന്നു, ഇപ്പോൾ ചെയ്യുന്നുമുണ്ട് പലപ്പോഴും അതുപോലുള്ള കാര്യങ്ങൾ. അപ്പോൾ ഈ സോവറിനിറ്റിക്ക് യാതൊരു വിലയും. അപ്പം ഇങ്ങനെയുള്ള പ്രീഎംപ്റ്റീവ് സ്ട്രൈക്കും ഇതൊക്കെ ഒരു വിധത്തിൽ സാധാരണമായിട്ടുണ്ട്. ചെറിയ രാജ്യങ്ങളുമൊക്കെ ഇത് അന്യോന്യം അവരുടെ ശത്രു രാജ്യങ്ങളോട് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും അങ്ങനെ ചെയ്യും. വലിയ രാജ്യങ്ങളിൽ ഇപ്പോൾ റഷ്യയുടെ യുക്രൈൻ്റെ മേലുള്ള ആക്രമണം നമ്മൾ കണ്ടതാണ്. അത് ഈ വിധത്തിലുള്ള മാറ്റം. അതുകൊണ്ട് പഴയ ഒരു ലോകക്രമം അതുമാതിരി തന്നെ നിലനിർത്തി കൊണ്ടുപോകും എന്നുള്ള ഒരു വിശ്വാസം നമുക്ക് ആവശ്യമില്ല. അത് പൂർണ്ണമായി തകർന്നോ ചോദിച്ചാൽ പൂർണ്ണമായി തകർന്നെന്ന് പറയാൻ സാധിക്കുകയുമില്ല. ഈ തകർച്ചയുടെ സമയമാണ് ഏറ്റവും പ്രശ്നമുണ്ടാക്കുന്ന സമയം എന്ന് പറയും. ഇതിൻ്റെ സാമ്പത്തിക വശവും അത് തന്നെയാണ്. ഇപ്പം അമേരിക്ക പോലുള്ള ഒരു രാജ്യത്തിൻ്റെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തിയും അതായിരുന്നു. പക്ഷെ ആ സാമ്പത്തിക ശേഷി അമേരിക്കയുടേത് കുറഞ്ഞു വരുന്നു എന്നുള്ളത്. വലിയ കടവും വലിയ തോതിലുള്ള ബാധ്യതകൾ, ഇത്രയും യുദ്ധങ്ങൾ ഉണ്ടാക്കുന്ന ബാധ്യതകൾ എന്ന് പറയുന്നത് വലുതാണ്. പക്ഷേ ഇപ്പോഴും വലിയൊരു സാമ്പത്തിക ശക്തി തന്നെയാണ്. ചൈന ഒരുപക്ഷെ അതിനെ സാമ്പത്തിക രീതിയിൽ മറികടന്നിട്ടുണ്ടാവും ഇപ്പോഴും തന്നെ. ഒരു ഡിക്ലൈനിങ് ഇക്കണോമിക് പവർ എന്നുള്ള നിലക്ക് അതിനെ കാണാവുന്നതാണ്. പക്ഷേ അതിൻ്റെ മിലിറ്ററി പവർ ഇപ്പോഴും ഉണ്ട്, ശക്തമായുണ്ട്. അതിന് വലിയ തോതിലുള്ള കോട്ടം ഇപ്പോൾ ഈ യുദ്ധത്തിലൊക്കെ സംഭവിച്ചു. അമേരിക്കയുടെ ഒരു 10-40% മിസൈൽ സ്റ്റോക്ക് പൈലും ഒക്കെ തീർന്നു ഈ യുദ്ധം. ഇത്രയും ചെറിയൊരു യുദ്ധം അവരെ സംബന്ധിച്ചിടത്തോളം ഇത്, കാരണം അത്രയധികം ചെലവഴിക്കേണ്ടി. ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം വലിയ തോതിലുള്ള ഒരു പ്രശ്നമാണ് ഉണ്ടാക്കിയത്. ഇറാനെ സംബന്ധിച്ചിടത്തോളം അത് ശരിയാണ്. പക്ഷെ അവർക്ക് പൂർണ്ണമായി ഇതൊന്നും നശിപ്പിക്കാൻ സാധിച്ചിട്ടില്ല. അപ്പം ഒരു വിധത്തിൽ സാമ്പത്തിക ശേഷിയിൽ വലിയ തകർച്ചയുണ്ടാവും. അത് ഈ ഡോളറിൽ നിന്ന് മാറിയുള്ള ഒരു സാമ്പത്തിക വ്യവസ്ഥയെക്കുറിച്ചുള്ള ആലോചന അത് വീണ്ടും ആഘാതം സൃഷ്ടിക്കുന്നുണ്ട്. വലിയ ഒരു കാര്യം, അമേരിക്കൻ മിലിറ്ററി സ്ട്രെങ്ത് ഉപയോഗിച്ച് ഈ ഡിക്ലൈനിങ് ഇക്കോണമിയെ എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്തി കൊണ്ടുപോകാമെന്നുള്ള ആലോചനയാണ് കാര്യമായി നടക്കുന്നത്. അപ്പോൾ പഴയ കൊളോണിയൽ കാലത്തൊക്കെ നമ്മൾ കണ്ടതുപോലുള്ള സംഗതിയാണ്. ഇപ്പോൾ എന്തിനാണ് വെനസ്വേലയിൽ പോയി അത് ഭരണാധികാരിയെ പിടിച്ചു കൊണ്ടുപോകുന്നത്, എന്നിട്ട് അമേരിക്കക്ക് അനുകൂലമായിട്ടുള്ള നയങ്ങൾ നടപ്പാക്കാൻ ആ ഗവൺമെൻറ്റിനെ പ്രേരിപ്പിക്കുകയും അവരതിനെ സമ്മതിക്കുകയും ചെയ്യുന്നുണ്ട്. എന്തിനാണ് ചെയ്യുന്നത്? വെനസ്വേലയിൽ നല്ലോണം എണ്ണയുണ്ട്.
അമേരിക്കക്ക് ഈ മേഖലയിൽ നിന്നുള്ള എണ്ണയുടെ ഒന്നും ആവശ്യമില്ല. ഒരു വിധത്തിൽ അതിനകത്ത് തന്നെ ഉണ്ട്, അതിന് ലഭ്യമാക്കാവുന്ന വിധത്തിലാണ്. പണ്ടൊക്കെ ആണെങ്കിൽ ഗൾഫ് ഓയിലിലൊക്കെ പൂർണ്ണമായിട്ട് ഡിപ്പെൻഡൻ്റ് ആയിരുന്നു. ഇപ്പോൾ പക്ഷേ ഇന്നത് എന്തുകൊണ്ടാണ് ഇറാൻ്റെ മേലെ ഇത്രയധികം ഇവിടെ വന്ന് യുദ്ധമൊക്കെ ചെയ്യുന്നത്? ഈ മേഖല ഇപ്പോഴും എണ്ണയുടെയും നാച്ചുറൽ ഗ്യാസിൻ്റെയും മേഖലയിലുള്ള കൺട്രോൾ, ആ കൺട്രോൾ എന്നുള്ളത് പ്രധാനമാണ് എന്നുള്ളത്. ഒരുപാട് ഖനിജങ്ങൾ, ധാതുക്കൾ, അതുള്ള മേഖലയിലുള്ള കൺട്രോൾ, ഇതൊക്കെയാണ് ഈ അമേരിക്കൻ സാമ്പത്തിക വ്യവസ്ഥയെ കുറേ കാലമെങ്കിലും പിടിച്ചു നിൽക്കാൻ പര്യാപ്തമായിട്ടുള്ള സംഗതികൾ. അപ്പോൾ അത്തരം മേഖലയുടെ ഒരു അതിൻ്റെ മേലുള്ള സ്വാധീനം അത് വർദ്ധിപ്പിക്കുക എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. അപ്പോൾ ഈ മിലിറ്ററി മൈറ്റ് ഉപയോഗിക്കുന്നത് ഈ ഡിക്ലൈനിങ് ആയിട്ടുള്ള ഇക്കോണമിയെ പിടിച്ചു നിർത്താനും കൂടുതൽ കാലം അമേരിക്കൻ ഒരു ഇമ്പീരിയലിസ്റ്റ് പവർ എന്നൊക്കെ നമ്മൾ പറയുന്നത് നിലനിർത്താനും ഉള്ള ഒരു പരിശ്രമമാണ് ഒരു വശത്ത് നടക്കുന്നത്. വ്യക്തിപരമായിട്ടുള്ള ഒരുപാട് ലാഭം ട്രംപിനും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനും, അദ്ദേഹത്തിൻ്റെ സണ്ണിലോ കുഷ്ണറെ നിങ്ങൾക്കറിയാം, അദ്ദേഹമാണ് പ്രധാനപ്പെട്ട ഇറാനുമായിട്ടുള്ള നെഗോഷിയേഷനിലൊക്കെ കുഷ്ണറും വിറ്റ്കോഫുമാണ് രണ്ടുപേരും. ട്രംപ് റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സാണെന്ന് നിങ്ങൾക്കറിയാം. പക്ഷേ ഇപ്പം ഈ ക്രിപ്റ്റോ കറൻസിയും അതുമാതിരിയുള്ള സംഗതികളാണ് കൂടുതലായി ചെയ്യുന്നത്. പ്രസിഡൻ്റ് ആകുമ്പോൾ അങ്ങനെ നേരിട്ട് കാണുന്ന സംഗതികൾ അധികം ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ്. പക്ഷേ വൻതോതിൽ പണമുണ്ടാക്കുന്ന പ്രക്രിയ, സൗദി അറേബ്യയുമായിട്ടുള്ള ബന്ധം, പാകിസ്ഥാനുമായിട്ടുള്ള ബന്ധം, അനേക വിധത്തിലുള്ള പുതിയ കമ്പനികൾ ഫ്ലോട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് അത്തരത്തിലുള്ള പേഴ്സണൽ ലാഭങ്ങളും. വിറ്റ്കോഫ് എന്ന് പറയുന്ന ആൾ, സ്റ്റീവ് വിറ്റ്കോഫും ഈ ജെറാഡ് കുഷ്ണറുമാണ്, രണ്ടുപേരാണ് ഈ പശ്ചിമേഷ്യയിലെ ട്രംപിൻ്റെ റെപ്രസെൻറ്റേറ്റീവ്സ് ആയിട്ട് വരുന്നത്. അത് പാലസ്തീൻ്റെ കാര്യത്തിലാണെങ്കിലും ഇറാൻ്റെ കാര്യത്തിലാണെങ്കിലും അവരാണ് ഇസ്ലാമാബാദിൽ ഈ ചർച്ചയിലൊക്കെ വന്നിട്ടുള്ളത്. ഈ വിറ്റ്കോഫും വലിയ റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സുകാർ. അതുകൊണ്ടാണ് ഗാസയെക്കുറിച്ച്, ഗാസയിലെ ജനങ്ങളെയെല്ലാം വംശഹത്യ നടത്തി ഇല്ലാതാക്കി അവിടുത്തെ ബിൽഡിങ്ങുകളെല്ലാം പൊളിച്ചു. നമുക്കറിയാം, അങ്ങനെ തരിപ്പണമായി കിടക്കുന്നത്. അവിടെയാണ് ഈ റിവേറ സൃഷ്ടിക്കാൻ വലിയ ബീച്ച് സൈഡ് റിസോർട്ട്സുകളും ഒക്കെ ഉണ്ടാക്കാൻ ഉള്ള പദ്ധതിയുമായി ട്രംപ് അത് അനൗൺസ് ചെയ്താണല്ലോ. അതിനുവേണ്ടി ഒരു വലിയ പണം ഉണ്ടാക്കുന്ന കമ്മിറ്റിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ. ഗാസയുടെ റീകൺസ്ട്രക്ഷൻ എന്നാണ് പറയുക. അപ്പോൾ ഇങ്ങനെയുള്ള റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സുകളും അനേക വിധത്തിൽ പണം ഉണ്ടാക്കാൻ ഈ അത് പാലസ്തീൻ്റെ മേലുള്ള ഇസ്രായേലിൻ്റെ അതിക്രമവും വംശഹത്യയാണെങ്കിലും ഇറാനെ പോലുള്ള രാജ്യങ്ങളുടെ മേലുള്ള യുദ്ധമാണെങ്കിലും ഒക്കെ ഇത്തരം സാമ്പത്തികമായിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് നല്ല സാഹചര്യം സൃഷ്ടിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ വ്യക്തിപരമായിട്ടുള്ള സാമ്പത്തിക ഇത് കീഴോട്ട് പോകുന്ന സാമ്പത്തിക വ്യവസ്ഥയെ പിടിച്ചു നിർത്താനുള്ള, ഡോളറിൻ്റെ തന്നെ ശക്തിയെ കഴിയുന്നത്ര പിടിച്ചു നിർത്താനുള്ള പരിശ്രമം അത് അത്രയധികം വിജയിക്കുന്നില്ല ഇപ്പോൾ. പക്ഷേ ഇപ്പോഴും ഡോളറിൻ്റെ ഡോമിനൻസ് ലോക വ്യവസ്ഥയിലുണ്ട് എന്ന് നമുക്കറിയാം. പക്ഷേ ചൈനീസ് കറൻസിയൊക്കെ പ്രധാനമായിട്ട് വരുന്നു. ഇപ്പോൾ ഈ ഗൾഫ് മേഖലയിൽ ഇറാൻ തന്നെ എണ്ണ വയ്ക്കുന്നത് അവരന്യോന്യമുള്ള ഡോളറിലല്ല വ്യാപാരം ചെയ്യുന്നത്. ഇന്ത്യയുടെ രണ്ടാമത്തെ എണ്ണ സപ്ലയറായിരുന്നു ഇറാൻ. അമേരിക്കൻ സാങ്ഷൻസ് ഇറാൻ്റെ മേലെ വന്ന് അത് നമ്മൾ അംഗീകരിക്കുക, UN സാങ്ഷനൊന്നുമല്ല. അങ്ങനെ ഇന്നിപ്പോൾ ഒഫീഷ്യൽ എണ്ണ ഇറക്കുമതി എന്ന് പറയുന്നത് 0. ഇപ്പം ഈ യുദ്ധത്തിൻ്റെ സമയത്ത് 2 വലിയ കപ്പലുകൾ വരാൻ സാധിച്ചു എന്നുള്ളത് ഒഴിച്ചു കഴിഞ്ഞു. ഇറാനിലുള്ള നേരിട്ടുള്ള അത് അമേരിക്കൻ താല്പര്യത്തിന് വേണ്ടി തന്നെ ചെയ്യുന്നത്. ഇതിന് കൂടുതൽ നമ്മുടെ സാധാരണ മനുഷ്യർ കൂടുതൽ പണം കൊടുത്ത് എണ്ണ വാങ്ങണമെന്നുള്ളത്. ഇത്തരം സൗഹൃദങ്ങൾക്ക് നമുക്കുണ്ടാവുന്ന മെച്ചം ഇതൊക്കെ. റഷ്യൻ ഓയിൽ കുറേ വളരെ ലാഭത്തിൽ കിട്ടിക്കൊണ്ടിരുന്നു. അതിൻ്റെ ഏതെങ്കിലും ഒരു വശം ഇവിടുത്തെ കൺസ്യൂമറിന് എത്തിയായിട്ട് നമുക്കാർക്കും അറിയില്ല, അല്ലേ? അദാനിയുടെയൊക്കെ റിഫൈനറികൾക്കുമൊക്കെ വലിയ എത്ര കോടിയുടെ ലാഭമുണ്ടാക്കി.
യുദ്ധം വളരെ പ്രോഫിറ്റബിൾ ആയിട്ടുള്ള ഒരു ബിസിനസ്സാണ് എന്നുള്ളത് അത് അമേരിക്കക്കാർക്ക് മാത്രമല്ല ഇതിൽ ഇടപെടുന്ന അത് നയങ്ങൾ രൂപീകരിക്കുന്ന എല്ലാവർക്കും പ്രോഫിറ്റബിൾ. ഇതിൻ്റെ പ്രോഫിറ്റിൻ്റെയൊക്കെ തലം നിങ്ങൾ ആലോചിച്ച് നോക്കുക. ഞാൻ അതിൻ്റെ നമ്പേഴ്സൊന്നും പറയുന്നില്ല. ഇപ്പോൾ നമ്മൾ അമേരിക്കൻ ബേസസ് കുവൈത്തിലെയും സൗദി അറേബ്യയിലെയും ബഹ്റൈനിലെയും ഖത്തറിലെയും ഒക്കെ ബേസസ് തരിപ്പണമാക്കിയിട്ടുണ്ട് ഒരു വിധത്തിൽ. ഇതിൻ്റെ റീകൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത് ആലോചിച്ച് നോക്കുക, എത്ര ബില്യൺസ് ഓഫ് ഡോളേഴ്സിൻ്റെ ബിസിനസ്സാണ് വരാൻ പോകുന്നത്. ഈ ഗൾഫ് രാജ്യങ്ങൾ അതിനുള്ള തൻ്റെ ഇടം കാണിക്കും. ഇനി മുതൽ ഈ ബേസ് ഇവിടെ വേണ്ട. കാരണം ഈ ബേസസ് എന്തിനാണ് അവിടെ സ്ഥാപിച്ചിരിക്കുന്നത്? ഈ രാജ്യങ്ങൾക്ക് സ്വന്തമായിട്ടുള്ള പ്രതിരോധത്തിനുള്ള സംവിധാനങ്ങൾ കുറവാണ്. ചെറിയ രാജ്യങ്ങളാണ്. സൗദി അറേബ്യ ഒഴിച്ച് ബാക്കിയെല്ലാം ചെറുതാണ്. അപ്പോൾ അവർക്ക് ഈ അമേരിക്കൻ ഒരു സെക്യൂരിറ്റി അംബ്രല പ്രദാനം ചെയ്യുക എന്നുള്ളതാണ് ഈ ബേസസിൻ്റെ പ്രധാനപ്പെട്ടത്. ഇതിവിടെ ഉള്ളതുകൊണ്ട് അവർക്ക് ഉള്ള സെക്യൂരിറ്റിയും കൂടി ഇല്ല. ഇറാനിപ്പോൾ ആക്രമിച്ച് അവരെ കൂടുതൽ പ്രതിസന്ധിയിലാക്കുകയാണ് ഇത്. അതുകൊണ്ട് ഇത് ഒഴിവാക്കാമെന്നുള്ള ചിന്ത കുറച്ചൊക്കെ ചില ആൾക്കാരിൽ നിന്ന് നമ്മൾ കേൾക്കുന്നുണ്ട്. ആ മേഖലയിൽ ചില ഖത്തറി ഡിപ്ലോമാറ്റ്സ് അങ്ങനെ പറയുന്നുണ്ട്, ചില സൗദി ഡിപ്ലോമാറ്റ്സ് പറയുന്നുണ്ട് എന്നുള്ളത് ഒഴിച്ചു കഴിഞ്ഞാൽ അതിനൊന്നും ഒരു ഉറപ്പില്ല. ഏതായാലും കുറച്ച് രാജ്യങ്ങളെങ്കിലും ഈ അമേരിക്കൻ ബേസസിന് റീകൺസ്ട്രക്റ്റ് ചെയ്യാൻ അതിൽ അമേരിക്ക വീണ്ടും വലിയ തോതിൽ. അപ്പോൾ ഈ യുദ്ധസാമഗ്രികൾ ഉണ്ടാക്കുന്ന കമ്പനികളുടെ ഈ ലോക്കി മാർട്ടിൻ പോലുള്ള കമ്പനികൾക്ക് വലിയ കൊയ്ത്തുകാലമാണ് യഥാർത്ഥത്തിൽ ഉണ്ടാവും. ഇസ്രായേൽ ഇനി വാങ്ങാൻ പോകുന്ന അമേരിക്കൻ ആയുധങ്ങളുടെ അത് മിക്കതും വാങ്ങുന്നതല്ല അമേരിക്ക സഹായമെന്നാണ്. മിലിറ്ററി ലോകത്തെ ഏറ്റവും കൂടുതൽ മിലിറ്ററി അസിസ്റ്റൻസ് അമേരിക്കയിൽ നിന്ന് കിട്ടുന്നത് ഇസ്രായേലിന്, രണ്ടാമത് ഈജിപ്ഷ്യൻ മിലിറ്ററി. പക്ഷേ ഇതുമായിട്ട് വലിയ താരതമ്യമൊന്നുമില്ല, മറ്റത് വലിയ ഇതാണ്. അപ്പോൾ ഇത്തരം പുതിയ സപ്ലൈസ് വരുമ്പോഴുണ്ടാവുന്ന വ്യാപാരം ആയുധ വ്യാപാരം ആലോചിച്ച് നോക്കുക എന്നുള്ളത് നമ്മൾക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റാത്തത്രയും വലിയ കാര്യങ്ങളാണ് നടക്കുന്നത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇറാനെ കുറിച്ച് രണ്ട് കാര്യങ്ങൾ കൂടി പറഞ്ഞ് നമുക്ക് പിന്നെ ചർച്ചയിലേക്ക് നിർത്താം. പിന്നീട് അതിൻ്റെ ഭാഗമായിട്ട് പറയാം. ഇപ്പം ഇറാൻ ഇപ്പം ഈ യുദ്ധം തുടങ്ങുന്ന കാലത്ത് തന്നെ ഇറാനിലെ ഇപ്പം ഈ സുപ്രീം ലീഡറിനെ ആയത്തുള്ള അലി ഖമനയെ അദ്ദേഹത്തെ അവിടുന്ന് മാറ്റിയാൽ ഈ ഭരണം വീഴുമെന്ന് വിശ്വസിക്കുന്ന അത് മൂഢത്തമാണ് നമുക്കറിയാം. പക്ഷെ എന്നെപ്പോലുള്ള ആൾക്കാർ എന്തുകൊണ്ടാണത് പറയുന്നതെന്ന് ചോദിച്ചാൽ അത് കാര്യമായിട്ടുള്ള അതൊരു വലിയ പ്രതിസന്ധി തന്നെയാണ് അവരുടെ. പക്ഷേ ആ ഭരണവ്യവസ്ഥയെക്കുറിച്ച് അറിയുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ആ ഭരണം വീഴില്ല എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. കാരണം ഇത് നമ്മൾ വിചാരിക്കുന്നത്ര ഒരു നേർരേഖീയമായിട്ടുള്ള ഒരു അധികാര ഘടനയല്ല ഇറാനിൽ നിലനിൽക്കുന്നത് എന്നുള്ളതാണ്. അവിടെ അവരുടെ മിലിറ്ററി ഈ IRGCയുടെ കമാൻഡേഴ്സിന് ഒരു വക എല്ലാം ഒരു 3-4 തലത്തിലുള്ളവരെയൊക്കെ കൊന്നൊടുക്കിയിട്ടുണ്ട് ഈ ഇസ്രായേലിൻ്റെയും അമേരിക്കയുടെയും ആക്രമണത്തിൽ. പൊളിറ്റിക്കൽ ലീഡേഴ്സിനെ ഒക്കെ ഇപ്പോൾ ആയത്തുള്ള അലി ഖമനിയുടെ ഈ സുപ്രീം ലീഡറിൻ്റെ തന്നെ അഡ്വൈസേഴ്സ് ആയിട്ടുള്ള ധാരാളം ആളുകൾ. ഷംഖാനി ഉദാഹരണത്തിന് അതേ ഒരു സുന്നി മുസ്ലിമാണ്. പക്ഷേ ഈ ഷിയ ആയത്തുള്ള ഖമനിയുടെ ഏറ്റവും വിശ്വസ്തനായിട്ടുള്ള തൊട്ടടുത്ത് അയാളും കൊല ചെയ്യപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങൾ ഒരുപാട് പേര് മരിച്ചതായിട്ട് ഞങ്ങൾക്കറിയാം. വലിയ രാഷ്ട്രീയ നേതൃത്വങ്ങൾ ഇറാനെ സംബന്ധിച്ചിടത്തോളം നഷ്ടപ്പെട്ടിട്ടുണ്ട്. പക്ഷേ എന്തുകൊണ്ടാണ് ആ ഭരണം അങ്ങനെ പൂർണ്ണമായി വീഴാത്തത്? ഈ ഇറാനിയൻ വിപ്ലവത്തിൻ്റെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞു. അത് കഴിഞ്ഞ് ഒരു ഇസ്ലാമിക് റിപ്പബ്ലിക്കാണ് ഇറാനിൽ നിലവിൽ വന്നത്. ഈ റിപ്പബ്ലിക്കിന് 2 പ്രധാനപ്പെട്ട ആശയങ്ങളാണ് അതിൻ്റെ കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കുന്നത് തന്നെ പ്രചോദനമായിട്ടുള്ളത്. ഒന്ന് ആയത്തുള്ള ഖുമൈനിയുടെ ആദ്യത്തെ സുപ്രീം ലീഡർ അദ്ദേഹമായിരുന്നു. ആയത്തുള്ള ഖുമൈനിയുടെ ഹുക്കുമത്തെ ഇസ്ലാമി എന്നൊക്കെ പറയുന്ന പുസ്തകമാണ്, ആശയഗതിയാണ് ഇസ്ലാമിക് ഗവൺമെൻറ്റിനെ കുറിച്ച് അദ്ദേഹം എഴുതിയിട്ടുള്ളത്. അതിൽ വിലായത്തെ ഫക്കി എന്ന് പറയും. ഈ ഫക്കി എന്ന് പറഞ്ഞാൽ ഇസ്ലാമിക നിയമങ്ങളിൽ പരിജ്ഞാനമുള്ള ആളാണ്, ഒരു നിയമജ്ഞനാണ്, ജൂറിസ്റ്റ് എന്ന് നമുക്ക് പറയും. അപ്പോൾ റൂൾ ഓഫ് എ ജൂറിസ്റ്റാണ് അല്ലെങ്കിൽ ജൂറിസ് പ്രൂഡൻറ്റ് ആണ് ഭരിക്കേണ്ടത് എന്നുള്ള തത്വം അത് ആയത്തുള്ള ഖുമൈനിയുടെ ആശയഗതിയാണ്. അങ്ങനെയാണ് ഈ സുപ്രീം ലീഡർ എന്നുള്ള ഒരു സങ്കല്പം തന്നെ വരുന്നത്.
ഇത്തരം ഖുമൈനിയുടെ ആശയത്തെ എതിർക്കുന്ന അനേകം ഷിയ ആയത്തുള്ളമാരുണ്ടായിരുന്നു. ആയത്തുള്ള ഷരിയത്ത് മദരി പോലുള്ള വളരെ സീനിയറായിട്ടുള്ള ആയത്തുള്ള, ഖുമൈനിയെക്കാളും സീനിയറായിട്ടുള്ള ആയത്തുള്ളമാർ. അവർക്കൊന്നും ഇത്തരം ആശയങ്ങൾ സ്വീകാര്യമല്ല. ഇങ്ങനെ മതവും രാഷ്ട്രീയവും തമ്മിലുള്ള ഇത്തരമൊരു പ്രതിപ്രവർത്തനമല്ല വേണ്ടത് എന്ന് ചിന്തിക്കുന്ന ധാരാളം ഷിയ, ഈ ആയത്തുള്ള ആണ് റിലീജിയസ് ആയിട്ട് ഷിയ മുസ്ലിങ്ങൾക്കുള്ള ഏറ്റവും ടോപ്പ് മോസ്റ്റ് ഗ്രാൻഡ് ആയത്തുള്ള എന്നൊക്കെ വിളിക്കും അങ്ങനെയുള്ള ആൾക്കാരും. ഹുജ്ജത്തുൽ ഇസ്ലാമാണ് അതിൻ്റെ തൊട്ട് താഴെ. അങ്ങനെ നമ്മൾ ക്രിസ്ത്യൻ ഇതിലുമൊക്കെ എല്ലാവർക്കും മനസ്സിലാവുന്ന കാര്യമാണ് ആ ഹൈറാർക്കി, റിലീജിയസ് ഹൈറാർക്കി. അത് കോമിലെയും മഷദിലെയും ഒക്കെ സെമിനാരികളിൽ പഠിച്ചിട്ടുള്ള ആൾക്കാർക്കാണ് ഇത്തരം പദവികൾ. ഒരുപാട് കാലത്ത് ഞാൻ കോം സെമിനാരിയിൽ ഒരു ലെക്ചർ ചെയ്തിട്ടുള്ള ആളാണ്. കുറേ ആയത്തുള്ളമാരെ കണ്ടിട്ടുമുണ്ട്. അവരാരും, ഞാൻ കണ്ട ആയത്തുള്ളമാരിൽ ആരും ആയത്തുള്ള അലി ഖമേനിയെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരെ ആയിരുന്നു. അവർ പ്രതിഷേധ പ്രകടനങ്ങളിലൊക്കെ പങ്കെടുത്ത ആയത്തുള്ളമാരുണ്ട് ഈ ഭരണകൂടത്തിനെതിരെ. വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു സ്ഥിതിയാണ്. ജനങ്ങൾ ധാരാളം അങ്ങനെയാണ്. ഈ ഇറാനിയൻ ഭരണഘടനയുടെ മറ്റൊരു സ്രോതസ് ഫ്രഞ്ച് ഭരണഘടനയാണ്. ആ റിപ്പബ്ലിക്കിനെ കുറിച്ചുള്ള സങ്കല്പം തന്നെ ഫ്രഞ്ച് സങ്കല്പം. അതിനനുസരിച്ചുള്ള അധികാര വിതരണം നടത്തുന്നതാണ്. അപ്പോൾ ഇത് രണ്ടും കൂടെയുള്ള ഒരു സ്ട്രേഞ്ച് ആയിട്ടുള്ള കോമ്പിനേഷനാണ് പ്രധാനമായിട്ടും ഈ ഇറാനിയൻ ഭരണഘടന എന്ന് പറയുന്നത്. അതിനനുസരിച്ച് സുപ്രീം ലീഡറുണ്ട്. അദ്ദേഹം ഒരു വിധത്തിൽ നമുക്ക് പറയാം ഈ അസംബ്ലി ഓഫ് എക്സ്പേർട്സ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പുണ്ട്. അത് റിലീജിയസ് ആൾക്കാരാണ്. ആ റിലീജിയസ് ആൾക്കാരെ പക്ഷേ ജനങ്ങൾ ഓരോ 12 കൊല്ലത്തിലും തിരഞ്ഞെടുക്കുന്നതാണ്. അവരാണ് ഈ സുപ്രീം ലീഡറിനെ ടോട്ടലി അൺഎലക്റ്റഡ് ആയിട്ടാണ് നമ്മൾ വിചാരിക്കുന്നത്. അങ്ങനെ അതിനും ഒരു പ്രക്രിയ. പക്ഷേ ഒരു വിധത്തിൽ അത് റിലീജിയസ് സെക്ഷൻ്റെ മാത്രം ഒരു കാര്യം. ഇറാനിൽ ജനങ്ങൾ എലക്ട് ചെയ്യുന്ന പ്രസിഡൻ്റുണ്ട്. ഇപ്പോഴത്തെ പ്രസിഡൻ്റ് പേര് നിങ്ങൾക്കൊക്കെ അറിയാം, പെഷസ്കിയാൻ, മസൂദ് പെഷസ്കിയാൻ എന്ന് പറയും. അദ്ദേഹം ഒരു ഹാർട്ട് സർജനാണ്, ഡോക്ടർ പെഷസ്കിയാൻ. അദ്ദേഹം ഈ ആയത്തുള്ള അലി ഖമേനി സുപ്രീം ലീഡറിൻ്റെ രാഷ്ട്രീയത്തിനെതിരെ എന്നും നിലകൊണ്ടിട്ടുള്ള ആൾ. ജനങ്ങൾ അദ്ദേഹത്തെയാണ് പ്രസിഡൻ്റായിട്ട്. ഇറാനിൽ ഇതിന് പറയുക ഈ എന്താ പ്രിൻസിപ്പലിസ്റ്റ് എന്ന് പറയും. ഈ കൺസർവേറ്റീവായിട്ടുള്ള ഈ അലി ഖമേനിയെ പോലുള്ള ആൾക്കാരുടെ രാഷ്ട്രീയത്തിൽ കൂടുതൽ കൺസർവേറ്റീവായിട്ടുള്ള രാഷ്ട്രീയം. മറ്റവർ ലിബറൽസാണ്, റിഫോമിസ്റ്റുകൾ എന്നാണ് അവർ വിളിക്കുക. ആ റിഫോമിസ്റ്റുകളിൽപ്പെട്ട നേരത്തെ ഉണ്ടായിരുന്ന ഖാത്തമി, പ്രസിഡൻറ്റ് ഖാത്തമി ഉണ്ടായിരുന്നു, പ്രസിഡൻറ്റ് റുഹാനി ഉണ്ടായിരുന്നു, ഇപ്പോഴുള്ള പ്രസിഡൻറ്റ് പെഷസ്കിയാനും ഒക്കെ ഈ കൺസർവേറ്റീവ്, ഈ പ്രിൻസിപ്പലിസ്റ്റുകൾക്കെതിരെ നിലകൊള്ളുന്ന രാഷ്ട്രീയ പ്രത്യയശാസ്ത്രങ്ങളിൽ നിന്ന് വരുന്ന ആൾക്കാർ. അപ്പോൾ ജനങ്ങളുടെ തിരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് അത്തരം കൺസർവേറ്റീവ്, അങ്ങനെയുള്ള അഹമ്മദി നജാദിനെ പോലുള്ള കൺസർവേറ്റീവായിട്ടുള്ള ആൾക്കാർ. ആ അഹമ്മദി നജാദ് ഈ റിലീജിയസ് ഇതിൽ നിന്ന് വരുന്ന ആളേ അല്ല. എന്നിട്ടും ഏറ്റവും ഈ റിലീജിയസ് ആൾക്കാരെക്കാളും കൺസർവേറ്റീവായിരുന്നു അയാൾ. ഇദ്ദേഹവും പെഷസ്കിയാനും റിലീജിയസ് ഇതിൽ നിന്ന് വരുന്ന ആളല്ല. ഹാർട്ട് സർജനാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. അദ്ദേഹം ഈ പ്രസിഡൻ്റ് ആവുന്നവരെ സർജറി നടത്തിക്കൊണ്ടിരുന്ന ആളാണ്, ആസ്പത്രിയിൽ നിന്നാണ്. അദ്ദേഹം രാഷ്ട്രീയത്തിലും ഉണ്ടായിരുന്നു വളരെ കാലം. ഇറാഖ് വാറിൽ പോയിട്ടുണ്ടായിരുന്നു, ഡോക്ടറായിട്ട് തന്നെ. അങ്ങനത്തെ ആൾക്കാർ ഇറാനിൽ നിങ്ങൾക്കറിയാം. ഇപ്പോൾ ലാറിജാനിയെ പോലുള്ള ആൾക്കാർ, ഇവരുടെ സെക്യൂരിറ്റി, ഇത് നാഷണൽ സെക്യൂരിറ്റി കൗൺസിലിൻ്റെ അധ്യക്ഷനായിരുന്ന ലാറിജാനി. ഈ പേരുകളൊക്കെ അധികവും അവിടുത്തെ സ്ഥലപ്പേരുകളൊക്കെയാണ്. ലാറിജാൻ എന്നുള്ള ആളാണ് ലാറിജാൻ. അദ്ദേഹം നിങ്ങൾ ചിലപ്പോൾ വായിച്ചു കാണും. അദ്ദേഹം കാന്തിൻ്റെ ഫിലോസഫിയിൽ PhD ഉള്ള ആളാണ്. ഇമ്മാനുവൽ കാന്തിനെ കുറിച്ച് 3 പുസ്തകങ്ങൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. ഇപ്പോഴുള്ള സെക്യൂരിറ്റി ആളും പൊളിറ്റിക്കൽ സയൻസിൽ PhD ഉള്ള ആളാണ്. ലാറിജാനിയെ വധിച്ചതിന് ശേഷം വന്നിട്ടുള്ള ആൾ. ഈ ഇറാനിലെ രാഷ്ട്രീയ നേതൃത്വം എന്ന് പറയുന്നത് വലിയ തോതിലുള്ള വിദ്യാഭ്യാസമുള്ള ആൾക്കാർ. അതുകൊണ്ട് തന്നെ സ്ട്രാറ്റജിക് തിങ്കിങ് എന്നൊക്കെ പറയുന്നത് അവരുടെ സ്വാഭാവികമായിട്ടുള്ള ഒരു പ്രക്രിയയാണ്.
നമ്മുടെ നാട്ടിൽ ഈ അമേരിക്കൻ പ്രൊപ്പഗൻഡയിലൊക്കെ പറയുമ്പോൾ നമ്മൾ കേൾക്കുന്നത് ഇതൊക്കെ ഈ മുല്ലമാർ വന്ന് ഭരിക്കുന്ന ഏർപ്പാടാണ്. ഈ ഇറാനിയൻ വിപ്ലവം കഴിഞ്ഞ് ഈ കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കി ആദ്യത്തെ തിരഞ്ഞെടുപ്പ് നടന്നപ്പോൾ 80കളുടെ ആദ്യം, അപ്പോൾ അയത്തുള്ള ഖമൈനി അല്ല, ഇപ്പോൾ കൊല ചെയ്യപ്പെട്ട സുപ്രീം ലീഡറുടെ റവല്യൂഷൻ്റെ ലീഡർഷിപ്പിൽ ഉണ്ടായിരുന്ന അയത്തുള്ള ഖുമൈനി, അദ്ദേഹമാണ് ആദ്യത്തെ സുപ്രീം ലീഡർ. രണ്ടുപേരേ ഉണ്ടായുള്ളൂ, അയത്തുള്ള ഖുമൈനി, ഈ അലി ഖമൈനി എന്ന് പറഞ്ഞ കൊല ചെയ്യപ്പെട്ടവർ. അപ്പോൾ അന്ന് ഈ ഇസ്ലാമിക് റിപ്പബ്ലിക് ഇതാക്കാൻ, വെറും റിപ്പബ്ലിക് അല്ല ഇസ്ലാമിക് ആക്കാനാണ് ഈ അയത്തുള്ള ഖുമൈനിയുടെ ഐഡിയ ഉപയോഗിച്ചെന്ന് ഞാൻ പറഞ്ഞത്. ഇതൊക്കെ ആയി ഇസ്ലാമിക് റിപ്പബ്ലിക് ആക്കി, ഒരു ഇസ്ലാമിക് കോൺസ്റ്റിറ്റ്യൂഷനും ഉണ്ടാക്കി, ഇസ്ലാമിക് റിപ്പബ്ലിക്കൻ കോൺസ്റ്റിറ്റ്യൂഷൻ. എന്നിട്ട് തെരഞ്ഞെടുപ്പ് നടത്തി, പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ്. ജനങ്ങൾ തിരഞ്ഞെടുത്തത് ഡോക്ടർ അബു ഹസൻ ബനി സദറിനെ. ഈ ബനി സദർ എന്ന് പറഞ്ഞാൽ ഇക്കണോമിക്സിൽ PhD ഉള്ള ഒരു ഇക്കണോമിസ്റ്റ്, ഒരു ലിബറൽ മനുഷ്യൻ, റിലീജിയസ് സെക്ഷനെ ഏറ്റവും കൂടുതൽ എതിർത്തിട്ടുള്ള മനുഷ്യൻ. ഇസ്ലാമിക് റിപ്പബ്ലിക്കിൻ്റെ ആദ്യത്തെ പ്രസിഡൻ്റായിട്ട് ജനങ്ങൾ തിരഞ്ഞെടുത്തു. അപ്പം നമ്മുടെ ബോധ്യത്തിലുള്ള പ്രശ്നം, അദ്ദേഹത്തിന് അവിടെ കുറേ കാലം തുടരാൻ പറ്റിയിട്ടില്ല. ഈ കൺസർവേറ്റീവ് സെക്ഷൻ അസേർട്ട് ചെയ്യും, അദ്ദേഹത്തിന് രാജ്യം വിടേണ്ടി വരും. പിന്നീട് ഫ്രാൻസിലാണ് അദ്ദേഹം ഉണ്ടായിരുന്നത് വളരെ കാലം. ഇതുമാതിരിയുള്ള മാറ്റങ്ങൾ നേരത്തെ പ്രൈം മിനിസ്റ്ററും ഇതൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ പ്രൈം മിനിസ്റ്റർ എന്നുള്ള ഒരു പദവിയില്ല. അത് ആ പദവിയൊക്കെ പ്രസിഡൻറ്റിനും സ്പീക്കറിന്, അസംബ്ലിയുടെ സ്പീക്കർ, ആ സ്പീക്കറാണ് ഇപ്പോൾ ഈ പിന്നെ ഇസ്ലാമാബാദിൽ ചർച്ചകൾക്ക് പോകുന്ന ഇറാനിയൻ ഡെലിഗേഷൻ്റെ ഹെഡ് എന്ന് പറയുന്ന അസംബ്ലി സ്പീക്കറാണ്, മജ്ലിസ് എന്നവർ. ഈ മജ്ലിസിലേക്ക്, അസംബ്ലിയിലേക്ക്, ഈ പാർലമെൻറ്റ്, അവരുടെ പാർലമെൻറ്റിലേക്കുള്ള, അതും ജനങ്ങൾ നേരിട്ട് തിരഞ്ഞെടുക്കുന്നതാണ് പാർലമെൻറ്റ് കൊണ്ട് നമ്മുടെ നാട്ടിലൊക്കെ പോലെ തന്നെ. ആ പാർലമെൻറ്റിൻ്റെ ലീഡറാണ് സ്പീക്കർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ സ്പീക്കറുണ്ട് തിരഞ്ഞെടുക്കുന്ന, പ്രസിഡൻ്റുണ്ട് ജനങ്ങൾ തിരഞ്ഞെടുക്കുന്ന. ഈ ഇറാനിൽ ഈ തിരഞ്ഞെടുപ്പ് എന്നൊക്കെ പറഞ്ഞ് എന്ത് തന്നെ ആയാലും, ഇപ്പോൾ റയീസി എന്ന് പറഞ്ഞ പ്രസിഡൻ്റ് ഒരു ഹെലികോപ്റ്റർ അപകടത്തിൽ അടുത്ത കാലത്താണ് മരിച്ചത്. അതിനുശേഷമുള്ള തിരഞ്ഞെടുപ്പിലാണ് ഈ പെഷസ്കിയാൻ അറിയാം. റയീസി ഒരു കൺസർവേറ്റീവ് കക്ഷിയായിരുന്നു. അത് കഴിഞ്ഞ് 3 ആഴ്ചയൊക്കെ കഴിയുമ്പോൾ ഇലക്ഷൻ നടക്കും. ഏറ്റവും റിലീജിയസ് ആയിട്ട് ഇലക്ഷൻ നടത്തുന്ന ഒരു രാജ്യമാണ് ഇറാൻ. എന്ത് തന്നെ വന്നാലും 80കളുടെ ആദ്യം അവരുടെ മൊത്തം ലീഡർഷിപ്പ്, പ്രസിഡൻറ്റും പ്രൈം മിനിസ്റ്ററും ഒരുപാട് മന്ത്രിമാരും ഒക്കെ ബോംബ് ബ്ലാസ്റ്റിൽ കൊല ചെയ്യപ്പെട്ടതാണ്. ഈ മുജാഹിദ്ദീനെ ഖൽക്ക് എന്ന് പറയുന്ന ഗ്രൂപ്പൊക്കെയാണ് അതിൻ്റെ പിറകിലുണ്ടായത്. എന്നിട്ടും ഉടൻ തന്നെ ഇലക്ഷൻ നടത്തി അടുത്ത ആൾക്കാർ. ഇത് പെട്ടെന്ന് പൊളിയില്ല എന്ന് പറയാനുള്ള കാരണം അതാണ്. ഇതുമാതിരി ഒരുപാട് കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു സിസ്റ്റമാണ് ഉണ്ടാക്കി വെച്ചിരുന്നത്. അപ്പോൾ ഏതിന് അധികാരം പോയാലും ഇപ്പോൾ ഈ യുദ്ധത്തിൻ്റെയൊക്കെ കാലാവസ്ഥയിൽ ഈ അധികാരം പല തട്ടുകളിലേക്ക് വിതരണം ചെയ്തിരിക്കുകയാണ്. ഇനി മേലത്തെ 3 പേര് പോയാൽ 4ാമത് ഒരാൾ വീണ്ടും ഇത് ഏറ്റെടുക്കാൻ ഉണ്ട് എന്നത്. ഇതൊക്കെ എത്ര കാലം നിൽക്കും? ഇവരെയൊക്കെ മുഴുവൻ തകർക്കാൻ പറ്റില്ല, തകർക്കാനൊക്കെ പറ്റും. പക്ഷേ വലിയ ചെറുത്തുനിൽപ്പ് ഏതായാലും ഉണ്ടാവുമെന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇറാനെ സംബന്ധിച്ചിടത്തോളം വലിയ തോതിലുള്ള നാശനഷ്ടങ്ങൾ ഉണ്ടായി. ജനങ്ങൾ കൊല ചെയ്യപ്പെട്ട് ഇതല്ല, അവരുടെ ഒഫീഷ്യൽ അക്കൗണ്ട് പ്രകാരം ഒരു 2000 അടുത്തായിരിക്കും ആൾക്കാർ മരിച്ചു കാണും. അത് കൂടുതലാവാൻ സാധ്യത. പക്ഷേ ഈ മേഖലയുടെ രാഷ്ട്രീയം ഫോളോ ചെയ്യുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ഈ മാധ്യമങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ, ഇപ്പോൾ ഇറാനിയൻ മാധ്യമങ്ങൾ വായിക്കുകയും അമേരിക്കൻ മാധ്യമങ്ങൾ വായിക്കുകയും ചെയ്താൽ ഈ ഇറാനിയൻ മാധ്യമം പറയുന്നത് യാഥാർത്ഥ്യമായിരിക്കും. അതിൽ ചില പൊടിപ്പും തൊങ്ങലുമൊക്കെ ഉണ്ടാവും. പക്ഷേ അതിൻ്റെ കോർ കാര്യം വരുമ്പോൾ അധികം കള്ളമുണ്ടാവില്ല. നമ്മൾ നേരെ മറിച്ചാണ് വിശ്വസിക്കുക, മറ്റതിലധികം ഉണ്ടാവും. ഇത് ഒഫീഷ്യൽ മീഡിയയിൽ ചില ഇതുണ്ടാവും, അല്ലാതെ അൺഒഫീഷ്യലായിട്ടുള്ള മാധ്യമങ്ങൾ നമുക്ക് കിട്ടും. കുറേ കൂടെ ഓപ്പണാണ് ഈ സൊസൈറ്റി. ഇവിടെ നമുക്കൊക്കെ ഉള്ള തടസ്സം ഭാഷയായിരിക്കും. അതുകൊണ്ടാണ് ആൾക്കാർക്ക് ഇതൊക്കെ ക്ലോസ്ഡ് ആണെന്ന് തോന്നുന്നത്. പേർഷ്യൻ ഭാഷ ഒക്കെയുള്ള പ്രശ്നങ്ങൾ. അറ്റ്ലീസ്റ്റ് എന്നെ പോലുള്ള ആൾക്കാർക്ക്
വിളിച്ചു ചോദിക്കാവുന്നതാണ്. ഇപ്പോഴും അവിടെ ഇൻ്റർനെറ്റ് ഇല്ല എന്നൊക്കെ പറയും. ഞാൻ മിക്കവാറും സമയത്ത് അവർ വാട്സാപ്പിൽ തന്നെ കോണ്ടാക്ട് ചെയ്യാറുണ്ട് പല പല ആൾക്കാരെയും, എൻ്റെ സുഹൃത്തുക്കളെയും വിദ്യാർത്ഥികളെയും ഒക്കെ. അതും സാധിക്കും. ഇതൊക്കെ ഗവൺമെൻറ് നിയന്ത്രിക്കാൻ പോയി കഴിഞ്ഞാൽ അവർ വേറെ VPN മറ്റും പല പരിപാടികളുമായി വേറെ വിധത്തിൽ ലോകവുമായിട്ട് സംവദിക്കുന്നുണ്ട്. അത്തരം മീഡിയ പുറത്ത് വരുന്നത് നിങ്ങൾക്കറിയാമല്ലോ. ഇപ്പോഴുള്ള ഒഫീഷ്യൽ സാങ്ഷനോടുകൂടി വരുന്ന ഈ ലോഗോ സിനിമകളൊക്കെ നിങ്ങൾ ചിലപ്പോൾ കണ്ടു കാണും. വലിയ തോതിൽ വലിയ പ്രചാരമുണ്ട് ആഗോളതയിൽ. അപ്പോൾ പറഞ്ഞു വരുന്ന ഒരു കാര്യം, ഇത്തരം കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു ഭരണവ്യവസ്ഥയെയൊക്കെ ഏതോ പ്രിമിറ്റീവായിട്ടുള്ള മധ്യകാല ഭരണകൂടങ്ങളായിട്ടാണ് വ്യാഖ്യാനിക്കുന്നത്. ഇതിൽ ആരാണ് പ്രിമിറ്റീവ്? വേറൊന്ന്, ഈ ഇസ്ലാമിക് റിപ്പബ്ലിക് എന്ന് പറയുന്നതിൽ യഹൂദർക്ക് സീറ്റ് റിസർവ് ചെയ്തിട്ടുണ്ട് ഇസ്ലാമിക് റിപ്പബ്ലിക്കിലെ പാർലമെൻറ്റ്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇസ്രായേൽ കഴിഞ്ഞാൽ ഈ മേഖലയിൽ ഏറ്റവും കൂടുതൽ യഹൂദരുള്ളത് ഇറാനിലാണ്. ഇപ്പോഴും ഉള്ളത് ഇറാനിലാണ്. ഇസ്രായേലിൻ്റെ ആക്രമണം വന്ന ഉടനെ ആദ്യത്തെ വലിയ പ്രതിഷേധം വരുന്നത് ഇറാനിലെ പാർലമെൻറ്റിലെ യഹൂദ പ്രതിനിധിയിൽ നിന്നാണ്. ഞങ്ങൾ ഞങ്ങളുടെ രാജ്യത്തെ എന്തു വില കൊടുത്തും സംരക്ഷിക്കും. ഞങ്ങളുടെ മതത്തിൻ്റെ പേര് ഒരു അധിനിവേശത്തിനും യുദ്ധത്തിനുമായി ഉപയോഗിക്കരുത്. ഈ ഇസ്രായേലിലുള്ള പഴയ പരമ്പരാഗതമായിട്ടുണ്ടായിരുന്ന പാലസ്തീനിയൻ യഹൂദർ ഒഴിച്ചു കഴിഞ്ഞാൽ ബാക്കിയൊക്കെ നിങ്ങൾക്കറിയാം യൂറോപ്യൻ യഹൂദരും മറ്റിടങ്ങളിൽ നിന്ന് പോയിട്ടുള്ളവരും. അതിനേക്കാളുമൊക്കെ ഏറ്റവും പൗരാണികമായിട്ടുള്ള യഹൂദ പാരമ്പര്യമുള്ള രാജ്യമാണ് ഇറാനെ പോലുള്ള രാജ്യം. ക്രിസ്തു മതത്തിൻ്റെയും കാര്യം അതാണ്. KM ജോർജ് അച്ഛനും ഒക്കെ അറിയാം. ഇവരൊക്കെ പോകുന്നതാണ് പശ്ചിമേഷ്യയിലെ ക്രിസ്ത്യാനിറ്റിയുടെ അല്ലേ പഴയകാല ക്രിസ്ത്യാനിറ്റിയുടെ സ്ഥലം. അതുകൊണ്ട് ക്രിസ്ത്യാനികൾക്കും ഇസ്ലാമിക് റിപ്പബ്ലിക്കിൻ്റെ പാർലമെൻറ്റിൽ റിസർവേഷനുണ്ട്. ആർമേനിയൻ ക്രിസ്ത്യൻസിനാണ് പ്രത്യേകിച്ച്, കാരണം ആർമേനിയക്കാരാണ് അവിടെയുള്ള ക്രിസ്ത്യാനികൾ ബഹുഭൂരിപക്ഷം. ഇതാണോ ഇറാനെക്കുറിച്ച് നമുക്കുള്ള ധാരണ? പ്രത്യേകിച്ച് ക്രിസ്ത്യാനികളുടെ അടുക്കൊക്കെ ഉള്ള ധാരണ ഇപ്പോൾ വളരെ വളരെ പ്രശ്നം. പോപ്പൊക്കെ പറയുമ്പോഴിപ്പോൾ ചിലപ്പോൾ ആൾക്കാർ ചിന്തിക്കുന്നുണ്ട് അല്ലേ, അറിയില്ല ചിന്തിക്കുന്നുണ്ടോ ഇല്ലയോ. ഈ വത്തിക്കാൻ ഇസ്രായേലുമായിട്ട് ബന്ധമുണ്ടാക്കുന്നത് ഈ അടുത്ത കാലത്താണ്. ഒരു ദശകം പോലും ആയിട്ടില്ല കാര്യം. ഫുൾ ഡിപ്ലോമാറ്റിക് റിലേഷൻസ്. ഇന്ത്യയൊക്കെ 1992 ഫുൾ ഡിപ്ലോമാറ്റിക് റിലേഷൻ. നമ്മൾ 1950കളുടെ ആദ്യം തന്നെ ഇസ്രായേലിനെ അംഗീകരിച്ചു. വത്തിക്കാൻ അടുത്ത കാലത്ത്. കാരണം പലസ്തീനിലെ ക്രിസ്ത്യാനികളെ സംബന്ധിച്ചിടത്തോളം അവർക്കുള്ള ഏറ്റവും വലിയ ത്രെട്ട് അവരുടെ ഭൂമി പിടിച്ചെടുക്കുക, അവരുടെ പള്ളികൾ പൊളിക്കുക, അവരെ ആക്രമിക്കുക. അവരൊക്കെ പലസ്തീനിയൻ ക്രിസ്ത്യാനികളാണ്. ബത്ലഹേമൊക്കെ പലസ്തീനിലാണ്. ഞാൻ പോയിട്ടുണ്ട്. ക്രിസ്ത്യൻ ഗ്രാമങ്ങളാണ് ഇപ്പോൾ ലെബനോണിൽ ഇസ്രായേൽ അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ കണ്ടു കാണും അല്ലേ, ഒരു ഷൂ ഒക്കെ അറ്റാക്ക് ചെയ്യുന്നു. ആൾക്കാർ വിചാരിക്കുന്നത് ഇതൊക്കെ ഹിസ്ബുള്ള അറ്റാക്ക് ചെയ്യുന്നത്, അവരുടെ നാട്ടുകാരാണ് അവരെന്തിനാണ് അറ്റാക്ക് ചെയ്യുന്നത്. അപ്പോൾ ഈ ഇറാനെ കുറിച്ചുള്ള ബോധ്യവും ഈ മേഖലയെക്കുറിച്ച് ആകമാനമുള്ള ബോധ്യത്തിലുമൊക്കെ ഇങ്ങനെയുള്ള വലിയ പെശകുകളാണ് നമ്മൾ വരുത്തുന്നത്. അതെന്തുകൊണ്ടാണ് വരുത്തുന്നത് ചോദിച്ചാൽ ഈ മേഖലയെക്കുറിച്ച് കാര്യമായി വായിക്കാൻ ശ്രമിക്കുക, മനസ്സിലാക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ മാറും. ഇപ്പം ഞാൻ എലിസബത്തിൻ്റെ കൂടെയാണ് ടെഹ്റാനിലുണ്ടായിരുന്നത്. ഞങ്ങൾ ക്രിസ്മസ് സമയത്ത് അവിടുത്തെ ഒരു പള്ളിയിൽ പോയി. ആ പ്രദേശമാകമാനം നമ്മൾക്ക് ഏത് കോട്ടയത്തെക്കാളും ഇത് എന്താണ് വിധാനങ്ങൾ ഉണ്ട്, കളർഫുള്ളായിട്ടുള്ള ഒരുപാട് ചമയങ്ങളും ഒക്കെ ആയി ആ സ്ട്രീറ്റ് മുഴുവനും പള്ളിയുമൊക്കെ അലങ്കരിച്ചിരിക്കുന്നു കാണും. ഇറാനിലെ ഒരു സിനഗോഗ്, ജൂയിഷ് സിനഗോഗ് ഈ യുദ്ധത്തിൽ അറ്റാക്ക് ചെയ്യപ്പെട്ടു. ഇസ്രായേലിൻ്റെ അറ്റാക്കിൽ, അമേരിക്കക്കാരല്ല അത് ചെയ്തു. ഇങ്ങനെയുള്ള യാഥാർത്ഥ്യങ്ങൾ പലപ്പോഴും
അധികം റിപ്പോർട്ട് ചെയ്യുന്നുമില്ല നമ്മുടെ നാട്ടിൽ. നിങ്ങൾ ഓൾട്ടർനേറ്റീവായിട്ടുള്ള മീഡിയയൊക്കെ അത് ആശ്രയിക്കേണ്ടി വരും. അത് ഈ പറഞ്ഞതിനൊക്കെ അർത്ഥം ഇറാനിലെ ഭരണകൂടം അവരുടെ ജനങ്ങളുടെ അത് ലെജിറ്റിമേറ്റ് അല്ല എന്നൊന്നും ഇലക്ഷനുമൊക്കെ നടക്കുന്നുണ്ട് അങ്ങനെ. പക്ഷേ അത് ഏകാധിപത്യപരമായിട്ടുള്ള പെരുമാറ്റങ്ങൾ അതിൻ്റെ നിശ്ചയമായുമുണ്ട്. അതുകൊണ്ടാണ് ഇറാൻ്റെ രാഷ്ട്രീയ വ്യവസ്ഥയ്ക്ക് അകത്ത് തന്നെയുള്ള ഈ അഭിപ്രായ വ്യത്യാസങ്ങളും ഒക്കെ വരുന്നത്. ജനങ്ങൾ വേറെ വേറെ ആൾക്കാരെ തിരഞ്ഞെടുക്കാൻ ശ്രമിക്കുന്നത്, അതൊന്നും കാര്യമായി ഫലം ചെയ്യുന്നില്ലെന്ന് കാണുമ്പോൾ തെരുവിലിറങ്ങുന്നത്. നമ്മൾ മഹ്സാ-അമീനിയെ കൊന്ന സമയത്ത് സ്ത്രീകളുടെ നേതൃത്വത്തിൽ രാജ്യമെമ്പാടുമുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടായി. വസ്ത്രധാരണത്തിലൊക്കെയുള്ള ഗവൺമെൻറ്റിൻ്റെ കൺട്രോളിൻ്റെ അതിനെ ചോദ്യം ചെയ്തു. ഇന്നിപ്പോൾ നിങ്ങൾ ടെഹ്റാനിലെ തെരുവീതികളിൽ പോയി കഴിഞ്ഞാൽ വയസ്സായിട്ടുള്ള ആൾക്കാരൊക്കെ തലയിൽ ഈ തട്ടമിടും. ചെറുപ്പക്കാരും ഇടുന്നില്ല, സ്ത്രീകൾ ഒരാളും ഇടുന്നു. അതും സാധ്യമാണ്. അങ്ങനെയുള്ള പ്രതിഷേധ പ്രസ്ഥാനം, തൊഴിലാളികളുടെ വലിയ പ്രതിഷേധം ഈ ഭരണകൂടത്തിനെതിരെയുണ്ട്. കാരണം എന്താ വെച്ചാൽ 1979 ഇറാനിയൻ റവല്യൂഷൻ തൊട്ട് ഇന്നു വരെ ഉള്ള അമേരിക്കൻ സാങ്ഷൻസാണ്. അത് ഇടയ്ക്കിടയ്ക്ക് ആ സാങ്ഷൻ്റെ കാഠിന്യം കൂട്ടിക്കൊണ്ടുവരും. അതുകൊണ്ട് തന്നെ അവരുടെ കറൻസിയുടെ ഡിവാലുവേഷൻ എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ ഇന്ത്യക്കാർക്ക് ഇന്ത്യൻ റുപ്പിയും അവർ മാറിത്തരും. നമ്മൾ ഡോളറിലൊന്നും ആക്കി പോകേണ്ട കാര്യമില്ല. ഇതിന് ഇത്രയും സാധനങ്ങൾ വാങ്ങാൻ പറ്റുന്ന വേറൊരു രാജ്യം ഉണ്ടാവില്ല, ഇന്ത്യൻ റുപ്പിക്ക് ഇത്രയും വിലയുള്ള. നേപ്പാളിൽ ചിലപ്പോൾ കുറേ കൂടെ ലാഭകരമായി നമുക്ക് കിട്ടി. പക്ഷെ അതിനേക്കാളും ലാഭമാണ് ഇറാനിൽ പോയി കഴിഞ്ഞാൽ. വളരെ വലിയ സാമ്പത്തിക ഞെരുക്കത്തിലാണ് ജനങ്ങൾ പ്രതിഷേധിക്കാൻ. കഴിഞ്ഞ ഡിസംബറിൽ ഇറാനിൽ നമ്മൾ കണ്ട പ്രതിഷേധം, അത് വ്യാപാരി സമൂഹമാണ് അത് തുടങ്ങിയത്. ടെഹ്റാനിലെ ഗ്രാൻഡ് ബസാറിലെ വ്യാപാരികളാണ് തുടങ്ങിയത് ഈ സാമ്പത്തിക ഞെരുക്കത്തിൻ്റെ സമയം. ഈ വ്യാപാരി സമൂഹമാണ് ഈ റിലീജിയസ് സെക്ഷനെ നിലനിർത്തി കൊണ്ടുപോയിട്ടുള്ള സാമ്പത്തികമായിട്ടുള്ള സ്രോതസ്. അതാണ് അവർ പോലും ഈ റിലീജിയസ് നേതൃത്വത്തിൽ നിന്ന് മാറി അവരെ വിമർശിക്കുന്ന തലത്തിലേക്ക് പോവുക എന്ന് പറയുമ്പോൾ അത് വലിയൊരു മാറ്റം കൂടിയാണ്. പക്ഷെ അതാണ് പിന്നീട് വലിയ കലാപമായി മാറുകയും അതിനെ അടിച്ചമർത്തുകയും ഒക്കെ ചെയ്യുന്ന 10,000 ചില്ലറ മനുഷ്യർ കൊല ചെയ്യപ്പെടുന്ന സ്ഥിതിവിശേഷത്തിലേക്ക് എത്തിയത്. അപ്പോൾ ആ ഭരണകൂടത്തിൻ്റെ സ്വഭാവം എന്നുള്ളത് പ്രശ്നമുള്ള ഭരണകൂടം ആണ് എന്നുള്ളത്. അത് ഈ മാധ്യമങ്ങളിൽ നമ്മൾ കാണുന്ന ആ ഒരു കാര്യം കൊണ്ടല്ല, അത് ഇറാനിയൻ ജനത അവരുടെ ഭരണകൂടത്തിലൂടെ അനുഭവിക്കുന്ന പ്രശ്നങ്ങളാണ്. അതിനെ മാറ്റാനുള്ള അവരുടെ പരിശ്രമങ്ങളും ഇടയ്ക്കിടയ്ക്ക് നമുക്ക് കാണാൻ സാധിക്കും. അവരുടെ രാഷ്ട്രീയം കൈകാര്യം ചെയ്യാൻ അവരെ തന്നെ അനുവദിക്കുക എന്നുള്ളതാണ് ലോകരാഷ്ട്രങ്ങൾ ചെയ്യാനുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യം. അല്ലാതെ അതിൽ ഇടപെട്ടുകൊണ്ട് അവരുടെ സമരത്വങ്ങളെ തന്നെ മൊത്തമായി പിറകോട്ടെടുക്കും. ഈ യുദ്ധത്തിലൂടെ ഉണ്ടായിട്ടുള്ളത് പ്രധാനമായും അതാണ്. ഇപ്പോൾ ഒരു യുദ്ധസമയത്ത് ജനങ്ങൾക്ക് സ്വന്തം ഭരണകൂടത്തിനെതിരെ സമരം ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് അവരും ഭരണകൂടത്തിന് അനുകൂലമായി നിൽക്കും ഈ യുദ്ധത്തിൻ്റെ സമയത്ത്. അതുകൊണ്ടാണ് നിങ്ങളധികം പ്രതിഷേധ രാജ്യത എല്ലാവരും ഒന്നിച്ച് നിൽക്കുന്ന ഒരു സ്ഥിതിവിശേഷം. അപ്പോൾ അവരുടെ സമരങ്ങളെ ഒരു ദശകമെങ്കിലും പുറകോട്ട് അടുപ്പിക്കുകയാണ് യുദ്ധത്തിലൂടെ ചെയ്യുന്നത്. ജനങ്ങൾ ഇപ്പോൾ ഈ സദ്ദാം ഹുസൈനെയൊക്കെ അന്ന് ഇറങ്ങി ഇത്രയും ലക്ഷക്കണക്കിന് മനുഷ്യരെ കൊന്നു, ഒരു കള്ളത്തിൻ്റെ പേരിലായിരുന്നു അല്ലേ? സദ്ദാം ഹുസൈന് വെപ്പൺസ് ഓഫ് മാസ് ഡിസ്ട്രക്ഷൻ ഉണ്ട്, ന്യൂക്ലിയർ ഇതൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ടാണല്ലോ. അതില്ലെന്ന് എല്ലാവർക്കും അറിയാം, അന്നും അറിയാം, ഇപ്പോഴും അറിയാം, യുദ്ധം കഴിഞ്ഞിട്ടും അറിയാം. അതുമാതിരിയുള്ള വലിയ ഡിക്റ്റേറ്റേഴ്സിനെ, ഇപ്പോൾ ഹുസ്നി മുബാറക്കിനെ ഈജിപ്തിൽ ജനങ്ങൾ സമരത്തിലൂടെ മാറ്റിയില്ലേ? ഈ സദ്ദാം ഹുസൈൻ മാറില്ലായിരുന്നു എന്ന് ആർക്കാണ് പറയാൻ പറ്റുക? അത്തരം സമരങ്ങളിലൂടെ അത് ജനങ്ങളെ നമ്മൾ ശരിക്കും വില കുറച്ച് കാണുന്നു എന്നുള്ളത്. ഒറ്റ ഉദാഹരണം കൂടെ പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്താം. ഇപ്പോൾ യമനികളെ എന്താണ് ഇറാൻ്റെ പ്രോക്സി അല്ലേ ആയിട്ടുള്ള ഹൂത്തി റബൽസാണ് അറ്റാക്ക് ചെയ്യുന്നതെന്ന് പറയും. ഹെസ്ബുള്ളയും അങ്ങനെ പറയും. ഇറാൻ്റെ പ്രോക്സി ലെബനോണിൽ. ഈ യമനിൽ മനുഷ്യർ അവർക്ക് അവരുടെ രാഷ്ട്രീയം തീരുമാനിക്കാൻ
അവരുടെ മിലിറ്ററി ഡിസിഷൻസ് എടുക്കാൻ അവർക്കെന്താ പര്യാപ്തതയില്ലേ? നേരത്തെ ഈ ലീഗ് ഓഫ് നേഷൻസിൽ ഞാൻ പറഞ്ഞ മാതിരി അത്തരം മെൻറ്റാലിറ്റിയാണ് നമുക്ക് ഈ മനുഷ്യരോടുള്ളത്. അവർ സ്വയം നിർണായകത്വമുള്ള മനുഷ്യരല്ലേ. ഈ യമനൊക്കെ എന്താണെന്നാണ് ഇപ്പോൾ ആൾക്കാർ വിചാരിച്ചിരിക്കുന്നത്. അതും വീണ്ടും ഏതോ മധ്യകാല ഇതിൽ ഉറച്ചുപോയ സമൂഹം. ഈ യമൻ 1990 വരെ 2 രാജ്യങ്ങളായിരുന്നു, നോർത്ത് യമനും സൗത്ത് യമനും. സൗത്ത് യമൻ പീപ്പിൾസ് ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് യമൻ ആണ് സൗത്ത് യമൻ, എയ്ഡൻ ക്യാപിറ്റലായിട്ട്. അതൊരു കമ്മ്യൂണിസ്റ്റ് രാജ്യമാണ്, മാർക്സിസ്റ്റ് ലെനിനിസ്റ്റ് എന്നാണ് അവർ വിളിച്ചത്. ഈ യമൻ അതെന്താണ് നമ്മുടെ ഓർമ്മയിലൊന്നും ഇല്ലാത്തത്? ഈ മധ്യകാല ഇതായിട്ട് മാത്രം ആലോചിക്കുന്നുണ്ടാണ്. അവിടുത്തെ ജനങ്ങൾക്ക് രാഷ്ട്രീയ ബോധമില്ലെന്നാണ് പറയുന്നത്. അവർ പാലസ്തീൻ അനുകൂലമായിട്ട് മിസൈലുകൾ തൊടുത്തുവിടുന്നു ഇസ്രായേലിൽ. അത് അവരുടെ പാലസ്തീനോടുള്ള സോളിഡാരിറ്റിയാണ് കാണിക്കുന്നത്. അവർക്ക് ഇറാൻ സഹായം ചെയ്യുന്നുണ്ടാവും, എന്നാൽ പ്രോക്സിയാവും. അപ്പോൾ ഈ അറ്റ്ലീസ്റ്റ് നമ്മൾ ആ പഴയ സിവിലൈസിങ് മിഷനിലേക്കൊന്നും പോവാതിരിക്കുക. ഈ പ്രദേശങ്ങളിലെ മനുഷ്യർക്ക് കാര്യമായി രാഷ്ട്രീയ ബോധമുള്ളവരാണ്. അവരവരുടെ രാഷ്ട്രീയത്തെ അവരുടെ കഴിവിനനുസരിച്ച് നേരിടും. ചിലപ്പോൾ പരാജയപ്പെടും, ആ ഭരണകൂടത്തിൻ്റെയൊക്കെ ശക്തിക്കനുസരിച്ച്. ചിലപ്പോൾ വിജയിക്കുകയും ചെയ്യും. വിജയിച്ച ചരിത്രങ്ങൾ ധാരാളം ഈ മേഖലയിലുണ്ട്. അതുകൊണ്ട് നമ്മൾക്ക് ചെയ്യാനുള്ളത് ഇപ്പോൾ ഇറാനോടാണെങ്കിലും യമനോടാണെങ്കിലും ലെബനീസ് ജനതയോടാണെങ്കിലും, ലെബനോണൊക്കെ നിങ്ങൾക്കറിയാം വലിയ ക്രിസ്ത്യൻ പോപ്പുലേഷൻ. ലെബനോണിൻ്റെ പ്രസിഡൻറ്റ് ക്രിസ്ത്യാനിയാണ്. എപ്പോഴും ക്രിസ്ത്യാനി ആയിക്കൊള്ളണമെന്നാണ് അവരുടെ നാഷണൽ പാക്റ്റ് പറയുന്നത്. അവരുടെ കോൺസ്റ്റിറ്റ്യൂഷൻ അതാണ്, മാരോണൈറ്റ് ക്രിസ്ത്യൻ. ആ രാജ്യത്തെയാണ് അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇസ്രായേൽ. പ്രചരണം മുഴുവൻ വേറെ ടോട്ടലി ഇതിന് വിരുദ്ധമായിട്ടുള്ള സംഗതിയാണ്. ഇപ്പോഴും ലെബനീസ് പ്രസിഡന്റ് ക്രിസ്ത്യാനി തന്നെയാണ്, ഒരു മാറ്റമൊന്നുമില്ലാതെ. അപ്പോൾ ഈ മേഖലയിലെ മനുഷ്യരെ നമ്മളെപ്പോലുള്ള മനുഷ്യരായി കണക്കാക്കുക. അവരും പാട്ട് കേൾക്കുന്നവരും സിനിമ നിർമ്മിക്കുന്നവരും കാണുന്നവരും ഒക്കെ തന്നെയാണ്. അവർക്ക് രാഷ്ട്രീയ ബോധമുണ്ട്. വളരെ വിരുദ്ധമായിട്ടുള്ള പ്രത്യയശാസ്ത്രങ്ങൾ ഫോളോ ചെയ്യുന്ന മനുഷ്യരുണ്ട് അവിടെ. എക്സ്ട്രീം റിലീജിയസ് വ്യൂസ് ഉള്ളവരുണ്ട്, അതിതീവ്ര സെക്കുലറിസ്റ്റുകളുണ്ട്, എല്ലാതരം മനുഷ്യരുമുണ്ട്. ഫെമിനിസ്റ്റുകൾ ധാരാളമുണ്ട്. ഈജിപ്തിൽ പണ്ട് 90കളുടെ ആദ്യം അവിടെ പഠിക്കാൻ എൻ്റെ ഗവേഷണത്തിൻ്റെ ഭാഗമായിട്ട് ഞാനിവിടെ പഠിപ്പിക്കുന്ന കാലത്ത് പോയതാണ്. എൻ്റെ ഗവേഷണ വിഷയം ഈജിപ്ഷ്യൻ ഫെമിനിസത്തെ കുറിച്ചായിരുന്നു. അപ്പോൾ ഈജിപ്ഷ്യൻ ഫെമിനിസ്റ്റ് യൂണിയൻ എന്ന് പറഞ്ഞാൽ അതാണ് പേര്, ഈജിപ്ഷ്യൻ ഫെമിനിസ്റ്റ് യൂണിയൻ. അങ്ങനെ ഒരു സംഘടന ഉണ്ടാക്കിയത് 1923. ഈജിപ്തിലെ മുസ്ലിം സ്ത്രീകൾ ഉണ്ടാക്കിയിട്ടുള്ള ഫെമിനിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ പേര്. പാശ്ചാത്യ ലോകമൊക്കെ ഫെമിനിസം എന്ന് കേൾക്കുന്നത് അതൊക്കെ കഴിഞ്ഞ് 60കളിലും 70കളിലും. അതാണ് നമുക്ക് ഈ മേഖലയോടുള്ള നമ്മുടെ ബോധ്യത്തിൻ്റെ പ്രശ്നങ്ങൾ ഇവിടെയാണ് കിടക്കുന്നത്. ഹുദ ഷറവിയുടെയൊക്കെ നേതൃത്വത്താണ്. ഇന്ന് നിങ്ങൾ തഹ്രീർ സ്ക്വയറിൽ കൈറോയിൽ അതിൻ്റെ സെൻട്രൽ പോവുകയാണെങ്കിൽ ആ തഹ്രീർ സ്ക്വയറിൻ്റെ തൊട്ടടുത്ത റോഡ് ഹുദ ഷറവി റോഡാണ്. ഈ ഫെമിനിസ്റ്റ് സംഘടന ഉണ്ടാക്കിയിട്ടുള്ള അതിൻ്റെ നേതാവായിരുന്ന സ്ത്രീയുടെ പേരിലാണ്. ഇപ്പോഴും ആ പേര് അവിടെ തെരുവിൻ്റെ പേര് ഇരിപ്പുണ്ട്. ഇതാണ് നമ്മുടെ ബോധ്യങ്ങളുടെ പ്രശ്നമെന്ന് പറയും. അപ്പോൾ ഈ മേഖലയിലുള്ള മനുഷ്യർ, വ്യത്യസ്തരായിട്ടുള്ള മനുഷ്യർ, പല വിശ്വാസങ്ങളിൽപ്പെട്ടവരും അവിടെയുണ്ട്. ഭൂരിപക്ഷം മുസ്ലിങ്ങളാണ് ഈ രാജ്യങ്ങൾ. ക്രിസ്ത്യാനികൾ മൈനോറിറ്റീസായിട്ട് നല്ലവണ്ണം വലിയൊരു മൈനോറിറ്റിയാണ് ഈ ലെബനോണിലുള്ളത്. ചെറിയ മൈനോറിറ്റികളിലാണ് പാലസ്തീനിലും ഇറാനിലും ഒക്കെ ഉള്ളത്. അവരുടെയൊക്കെ ജീവിതം പല വിധത്തിൽ ആണ് എന്നുള്ളത് നമ്മെപ്പോലെ ചിന്തിക്കുന്നവരും ഒക്കെയാണ്. അങ്ങനെ ഈ മേഖലയെ കാണാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ വേറൊരു ആംഗിളിലായിരിക്കും ഈ യുദ്ധത്തെയൊക്കെ അപഗ്രഥനം ചെയ്യുന്നത് എന്നുള്ളതാണ് പറയാനുള്ളത്. അങ്ങനെ നമ്മുടെ വീക്ഷണത്തിലുള്ള ഒരു പുനഃക്രമീകരണം ആവശ്യപ്പെട്ടുകൊണ്ട് ഞാൻ നിർത്തുന്നു. നമസ്കാരം.